ഹായ് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സ്. സുസ്വാഗതം. ദീപക് ഇല്ലാത്തതുകൊണ്ട് സുസ്വാഗതം. ഞാനും മഹാദേവൻ ഞങ്ങളെ പിണക്കം മാറ്റിവെച്ച് ഒന്നിച്ചിരിക്കുകയാണ് വിറ്റോക്സിനെ രക്ഷിക്കാൻ വേണ്ടി. അവിടെ ദീപകും ജോണപ്പുറത്ത് അടിയുടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഫാൻ തിയറിയിൽ ഇന്നത്തെ പ്രശ്നം ദീപുവും ജോണും തമ്മിൽ എന്താണ് എന്തോ പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ പുറകിൽ കളിക്കുന്നത് ആരാ? ശരിക്കും ഞാൻ തന്നെ. എങ്ങനെയല്ല അതിനകത്ത് പുള്ളിയുടെ പേരൂടെ കൊണ്ടുവരണം. ഇല്ല നമ്മള് 4 പേരുടെ കാര്യം മാത്രമേ. കാരണം ഈ എപ്പിസോഡിൽ ഇപ്പൊ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആള് റിൻഷാദാണ്. അതിനുവേണ്ടി റിൻഷാദ് എന്നും പോയിരുന്നു ആലോചിക്കും ഇവന്മാരെ എങ്ങനെ ഒഴിവാക്കാന്ന്. ഇങ്ങനെ ആലോചിച്ച് എന്നെ ഒഴിവാക്കി ആദ്യം കുറച്ച് നാൾ. 2 ആഴ്ചത്തേക്ക് റൂമിൽ പൂട്ടിയിട്ട് അത് കഴിഞ്ഞ് മഹാദേവനെ, പിന്നെ ഇപ്പൊ ദീപുവിനെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ദീപു ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാ തവണയും അവൻ ഷൂട്ടിന് വരും. ദീപുവിനെ ഒഴിവാക്കി ഒരു സ്ലോട്ട് ഫ്രീ ഉണ്ട്, അതിലങ്ങനെ നൈസായിട്ട് എങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് ചിന്തിക്കുന്ന റിൻഷാദിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഓവർ തിങ്കിങ്. ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഓവർ തിങ്കർ? അത് നമ്മുടെ ഫാൻസിന് അറിയാം. ഓരോരുത്തർക്കും പറയാം. നിന്റെ അഭിപ്രായത്തിൽ മഹാദേവനാണ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിന്റെ അഭിപ്രായത്തിൽ? എന്റെ അഭിപ്രായത്തിൽ ഞാൻ തന്നെ. എന്റെ അഭിപ്രായത്തിൽ ജോൺ ജോ ആണ്. ശരിക്കും മഹാദേവനൊക്കെ ഓവർ തിങ്കർ. ശരിയാ ജോൺ ജോ ഒരു എപ്പിസോഡ് നമുക്ക് പിള്ളേർക്ക് ഒരു എപ്പിസോഡ് ഇവിടെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ജോൺ ജോ എല്ലാ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ജോൺ ജോ കുറച്ച് എടാ അതെ നമ്മൾ ആ പറഞ്ഞ സാധനം അത് ഇങ്ങനെ പോയാ പിന്നെ ഇങ്ങനെ ആവില്ലേ? അത് കുഴപ്പമുണ്ടോ? അത് കളഞ്ഞല്ലേ കൊള്ളാല്ലേ? എന്നിട്ട് ഇങ്ങനെ അല്ലേ വേണ്ട അത് ഇട്ടോ കുഴപ്പമില്ല. എന്നിട്ട് അല്ലേ മിനിയാന്ന് ഞാൻ പറഞ്ഞ സാധനം അത് കളഞ്ഞേരും, അത് കളയുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മളതിനാണ് പേടിക്കുന്നത്, അത് ഇട്ടേടാ. ഏതൊരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴും ജോൺ ജോ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതിനു മുമ്പത്തെ ഏതൊരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ജോൺ ജോ അപ്പുറം ചാടും. അത് സ്ഥിരമുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിപ്പോ ദേവം വരുന്ന എപ്പിസോഡാണ് ഓവർ തിങ്കിങ് ടോപ്പിക് ഇടാന്ന് ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച ആദ്യം ശരിയാ ദേവൻ വരുന്ന എപ്പിസോഡ് ദേവന് കുറെ കഥ പറയാൻ കാണല്ലോ. പിന്നെ കുറച്ച് ഞാൻ ഇന്ന് ആലോചിച്ചു, ശരിക്കും ദേവനാണോ ഓവർ തിങ്കർ? ശരിക്കും ദേവൻ സെൻസിറ്റീവാണ്. ഓവർ തിങ്കറിനൊക്കെ ദേവൻ സെൻസിറ്റീവാന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ജോൺ ജോ അല്ലേ ശരിക്കും ഓവർ തിങ്കർ എന്നാണ് എനിക്ക് തോന്നിയത്. അതിന്റെ തൊട്ട് താഴെ ദീപക്, അതിനെ താഴെ വരത്തുള്ളൂ. ഇനി നിന്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടാണ് മഹാദേവൻ ഓവർ തിങ്കർ? അതായത് ഇപ്പൊ മഹാദേവൻ ലേറ്റ് ആയി എന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് മഹാദേവന് വെയിറ്റ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ മഹാദേവൻ വന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ മഹാദേവൻ അതിനൊരു 10 സ്റ്റോറി സെറ്റ് ചെയ്യും. ഈ കഥ പൊട്ടിയാൽ ഈ കഥ, ഈ കഥ പൊട്ടിയാൽ ഈ കഥ, അങ്ങനെ മൊത്തം ഫുൾ പ്രൂഫ് തിയറി കൊണ്ടായിരിക്കും മഹാദേവൻ വരിക. ഒരിക്കലും മഹാദേവൻ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സോ അത് കറക്റ്റാ. ചിരിയുണ്ടോ? മഹാദേവൻ ഓവർ തിങ്കർ എന്ന് പറയുന്ന ഈ പറഞ്ഞ പോയിന്റിൽ മഹാദേവൻ അത് ശരിക്കും മനസ്സിൽ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഓവർ തിങ്കർ ആവുന്നത്. ഇത് മഹാദേവൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഞാൻ വരാത്ത എനിക്ക് റീസൺ ഉണ്ടെന്ന് നമ്മളെ പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമായി മഹാദേവൻ ഇത്ര തിങ്ക് ചെയ്തത്. സോ മഹാദേവൻ നീ പറഞ്ഞ ഫുൾ പ്രൂഫ് സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ 10 എണ്ണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 1 എണ്ണം. ഇപ്പം പറഞ്ഞ 10 കഥ ഉണ്ടാക്കുന്ന അപ്പൊ അത് ഉണ്ടാക്കിയാണല്ലോ. അപ്പൊ മഹാദേവൻ ഒരു കഥയേ ഉള്ളൂ. അപ്പൊ അത് ഓവർ തിങ്കിങ് അല്ല. അപ്പൊ തന്നെ ആ വാദം പൊളിഞ്ഞില്ലേ? ഞാൻ ഓവർ തിങ്ക് ചെയ്യാറുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ ഈ കേസ് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നോണ്ട് വരുന്നതാ. ഒന്ന്, ഞാനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ എവിടെയാണോ നിൽക്കണേ അവിടെ ഞാൻ കുറച്ചും കൂടെ ഇത് കൊടുക്കും. ഞാൻ നിങ്ങളോട് നിൽക്കുമ്പോൾ ഞാൻ വീട്ടിൽ ചിലപ്പോൾ വിളിക്കാറില്ല. അല്ലെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോകുന്നത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സമയത്തോടെ എത്താനൊക്കെ പറ്റും. പക്ഷെ ഞാൻ ലേറ്റായി വരുന്ന പ്രശ്നങ്ങളൊക്കെ കുറെ കാലം മുന്നത്തെയാ. ഇപ്പം അതില്ലല്ലോ. ഇപ്പൊ കുറവാണല്ലോ. ഇപ്പൊ ഇല്ല, വരാറില്ലല്ലോ. അല്ല ഇപ്പൊ അങ്ങനെ എനിക്ക് തന്നെ അറിയാം. ഞാൻ അതിനകത്ത് നന്നായിട്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെന്ന്. ഇപ്പൊ ഒരു വർഷമായി കാണും. ഞാനെന്തായാലും നല്ലത് ചെയ്താൽ നിങ്ങളുടെ ഗുണം, അച്ഛനേക്കാ മോശം. രാധാകൃഷ്ണൻ മഹാദേവന്റെ ഫാദറാണ്. അന്നത്തെ സാമ്പാർ സൂപ്പറായിരുന്നു. അപ്പം എന്നെ പറഞ്ഞിട്ടിരുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ അല്ല, അത് ഞാൻ ഓവർ തിങ്ക് ചെയ്യും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണം ഇപ്പം വേറൊരു കാര്യം, ഇപ്പൊ നിങ്ങളൊക്കെ നീ വല്ലാതെ വിയർക്കുന്നുണ്ട്. അതിവിടെ തണുപ്പില്ലാത്തോണ്ടാ. മഹാദേവൻ വെട്ടി വിയർക്കണേ. മഹാദേവൻ താങ്കൾ കള്ളം പറയാം.
അങ്ങനെയാണെങ്കിൽ ഞാൻ റൈറ്റ് ആണ്, എന്റെ ലെഫ്റ്റ് മറ്റേ സൈഡിലോട്ട് എന്റെ കണ്ണുപോയോ? ഇല്ല, സൂം ചെയ്ത് നോക്ക്, പോയിട്ടില്ല. മാധവൻ ലെഫ്റ്റ് കണ്ണെന്നാ പറഞ്ഞ അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ഓവർ തിങ്ക് ചെയ്യണ കാര്യങ്ങൾ എനിക്ക് വന്നിട്ട് ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ കുറെ ഓവർ എക്സ്പ്ലനേഷൻസ് കൊടുക്കും. അത് ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട് കൊടുക്കുന്ന. അത് എനിക്കിപ്പോൾ വേണേ നിങ്ങളോട് പറയാം, ഞാൻ ഇത്ര സമയത്തെ വരും, എനിക്ക് അങ്ങനെ വരാൻ പറ്റൂ, അല്ല ഞാൻ അപ്പോഴേ എത്തൂ, അപ്പം ചെയ്താൽ മതി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ എനിക്ക് ആ ഗുണമില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്ക് അങ്ങനെ വേണം നിങ്ങളോട് പറയാമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തൊട്ട് അങ്ങനെ ആയിരുന്നു പറ്റണം. പക്ഷെ ഇത് ഞാൻ കുറച്ചും കൂടെ ആൾക്കാരായിട്ട് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഓവർ തിങ്ക് ചെയ്യുന്ന പോയിന്റ് അവിടെ, ഞാൻ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ ഇമോഷൻസിനെ പറ്റി വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും ഇവർക്കൊരു വിഷമം വരരുത് ഞാൻ ഇങ്ങനൊരു സാധനം പറയുന്നത് കൊണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് എന്നോടൊരു ദേഷ്യം തോന്നരുത്, അല്ല അവർക്ക് അതിനകത്തൊരു നീരസം ഉണ്ടാവരുതെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും. ഇവർ പാരലി ഇപ്പം എന്തായിരിക്കും തല ചിന്തിച്ചുകൊണ്ടിരിക്കണേ, ഞാനിപ്പോൾ ഈ വരാതിരിക്കുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു സാധനം, അല്ലെങ്കിൽ ഞാൻ കോൾ എടുക്കാത്തതിൽ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പം ഞാൻ ആ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ഓർത്ത് എൻ്റെ മനസ്സിലത് നല്ല കാര്യത്തിന് വേണ്ടി. പക്ഷെ അവിടെ ഞാൻ കള്ളം പറയുന്നില്ല. ചിലപ്പോൾ എനിക്ക് ആ എക്സ്ക്യൂസ് നിങ്ങളാരും പറയത്തില്ല. ഇപ്പോൾ ജോ വിളിച്ചാൽ ചിലപ്പോൾ പറയും ഞാൻ ഇത്ര മണിക്ക് എത്തത്തുള്ളടാ എന്ന് പറഞ്ഞങ്ങ് വെക്കും. അല്ല ജോൺജോയുടെ ഒരു മൂഡ് പോലെ ചിലപ്പോൾ ജോൺജോ ചീത്ത വിളിക്കും, തമാശ രീതിയിലാണെങ്കിലും ചിലപ്പോൾ ചീത്ത വിളിച്ചിട്ട് പറ്റത്തുള്ളൂ അപ്പോഴേ പറ്റൂ എന്നുള്ള സാധനം പിടിക്കും. ഞാൻ ചിലപ്പോൾ അത് ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു മൂഡിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ് ഞാൻ ഇത് പറഞ്ഞ കാർഡ് കയറിപ്പോ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ, അല്ലാതെ അത് ഈ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് നിങ്ങളറിയാതെ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബഹുമാനം തരണോണ്ടായിരിക്കും, അല്ല ഞാൻ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അപ്പുറത്തിരിക്കുന്ന ആളുടെ ഇമോഷൻ മനസ്സിലാക്കാൻ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതാണ് ഓവർതിങ്കറാണോ മഹാദേനോ ഈ പറഞ്ഞ പോയിന്റ് മഹാദേനോ ഓവർതിങ്കറാണ് ഇത്. പക്ഷെ നീ പറഞ്ഞ പോയിന്റ് എനിക്ക് തോന്നിയത് അവനത് ഫുൾ പ്രൂഫായിട്ട് കാര്യങ്ങൾ ഞാനത് ക്ലിയർ ആണ് എന്നുള്ളത് പ്രോപ്പർലി എസ്റ്റാബ്ലിഷ്. ഞാനവിടെ തെറ്റ് ചെയ്യണില്ല, ഞാനവിടെ എനിക്ക് ഇന്ന കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ലേറ്റ് ആവുന്നത്. ഞാൻ ഒരിക്കലും ഇന്ന് വരെ സമയത്ത് ഇറങ്ങേണ്ടതിന് വരും കിടന്നിട്ട് കുഴപ്പമില്ല 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടൊക്കെ എഴുന്നേറ്റാൽ മതി, ഇതിന് ഇത്ര ആവശ്യമുള്ളൂ എന്ന് ചിന്തിക്കാറില്ല. ഞാൻ അവിടെ പട്ടിപ്പണി ആയിരിക്കും, അവിടെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ആ സമയത്താണല്ലോ ലേറ്റ് ആയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്ന് ഞാൻ വണ്ടി ഓടിച്ചാണ് വീട്ടിൽ നിന്ന് ഇവിടം വരെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 1.25-2 മണിക്കൂർ വേണം വണ്ടി ഓടിച്ച് വരണമെങ്കിൽ. ഇതിനിടെ നമുക്ക് ഇപ്പം അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. അതെ ഇപ്പം ട്രെയിനാണല്ലോ വരുന്നത്, വണ്ടി എടുക്കാറില്ല. ഇപ്പോൾ അപ്പോൾ എന്താണ് അനീസിക്കൊക്കെ എന്താണ് ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓവർ തിങ്കിങ് ഒരു സാധനത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ വരായികകൾ ആവശ്യത്തിലധികമായിട്ട് ചിന്തിച്ചിട്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ള ഞാൻ ഈ പറയുന്ന പോയിന്റിൽ ഓവർ തിങ്കിങ്. ഇപ്പം നമുക്ക് ഇന്ന് തിരുവനന്തപുരം പോകണം. അപ്പം നമുക്ക് ഇന്ന് തിരുവനന്തപുരം പോകണേ തന്നെ എപ്പോൾ പോകണം, ഈ പോകുന്നത് നമ്മൾ ട്രെയിനിൽ പോകണോ, ബസ്സിൽ പോകണോ, സ്വന്തം വണ്ടി എടുത്തുകൊണ്ട് പോകണോ, ഇനി അങ്ങനെ പോയാൽ മഴ വരുമോ, ബൈക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ കാർ എടുത്ത് പെട്രോൾ എത്രയാവും, ഇത്രയൊക്കെ ചിന്തിച്ച് അവസാനം ഇങ്ങോട്ട് ചിന്തിക്കണം. ഇത്രയൊക്കെ ചിന്തിച്ച് അവസാനം തിരുവനന്തപുരത്ത് പോകാതിരിക്കുന്നതാണ് ഓവർ തിങ്കിങ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നമ്മളുടെ പെട്ടെന്ന് നോക്കിയ ആവശ്യം അനുസരിച്ച് ഇപ്പം അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാമല്ലോ. ഇപ്പം നമുക്കിത് ഇവന് വേണേൽ ചിന്തിക്കാം, ഇക്കടെ പറഞ്ഞാൽ മതി എനിക്ക് 11 മണിക്ക് വരാൻ പറ്റുന്ന പറഞ്ഞാൽ അവർ ചിന്തിക്കുക എന്നുള്ളത് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഇവൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം, അവരോടത് പറഞ്ഞാൽ അവരായിരിക്കും ഞാൻ കൊണയാണെന്ന് വിചാരിക്കും. ഒന്നാമത്തെ കേസ് ഞാനിപ്പോൾ അങ്ങനെ സാധനം പറഞ്ഞാൽ റിൻസ് സമ്മതിക്കുമോ? നിർബന്ധിക്കും. സാമാന്യ മനുഷ്യൻ ഇപ്പൊ അതിപ്പോ ജോൺസ് ഇപ്പൊ ഒരു കാര്യം പറയാം എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് ഓക്കെ പുള്ളി അങ്ങനെയാണ്. പുള്ളി ഇപ്പൊ അപ്പുറത്തെ കസേര ഇട്ടിരിക്കട്ടെ, പുള്ളി അതങ്ങനെയാണ്. ഇപ്പൊ പുള്ളി ഈ എപ്പിസോഡിൽ അപ്പുറത്തെ കസേര ഇട്ടി പുള്ളി വന്നില്ലല്ലോ. അപ്പൊ നമ്മളൊരു പോയിന്റ് അവിടെ നമ്മളും പുള്ളിയെ മനസ്സിലാക്കി നമ്മള് നമുക്കൊരു പ്രശ്നമല്ലേ. അതല്ല അപ്പൊ അതാണ്. അപ്പൊ ഞാനിപ്പോ ഒരു സാധനം മര്യാദക്ക് എനിക്കറിയാം ഇത് ഇത്ര സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ ഞാൻ വരണോ, ഞാനിപ്പോൾ അടുത്ത ഷെഡ്യൂൾ പറഞ്ഞപ്പോൾ ഞാൻ വരണോ, നിങ്ങൾ 4 പേരില്ലേ 20 പേര് സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു പോയിട്ടില്ലേ, പക്ഷെ ഞാൻ കുറെ നിങ്ങൾ 4 പേരെ ഒപ്പം കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്, നിങ്ങൾ സമ്മതിക്കാറില്ല. റിൻഷാദ് ഇരുന്നാലും 4 പേരുണ്ടെങ്കിൽ ഇരിക്കണം എന്നാണ് ഇപ്പൊ ആൾക്കാരുടെ ആവശ്യം. നമ്മൾ 5 പേര് ഇരിക്കണമെന്നാണ്. അതുകൊണ്ട് ഞങ്ങളെ പിരിക്കാൻ വേണ്ടി നീ ട്രൈ ചെയ്യണ്ട, നീ ഒരുമിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ മതി. 4 പേരുണ്ടെങ്കിൽ അതിന് സമ്മതിക്കാത്തത് ആരാ മഹാദേവൻ എന്നാണ് നീ പറയുന്നത്? നിങ്ങളാ ജനറലി. നമ്മൾ ഓവർ തിങ്കിങ് കഥകൾ എന്തെങ്കിലും പറയാൻ ഞാൻ എത്ര ആലോചിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് രാവിലെ പറഞ്ഞ്
നമ്മളിന്ന് ഓവർ തിങ്ക് ചെയ്യണം, നീ എന്തെങ്കിലും ആലോചിച്ചിട്ടൊക്കെ വാങ്ങും. ഇന്നത്തെ എപ്പിസോഡ് മഹാദേവന്റെ എപ്പിസോഡാണ്, നിന്റെ കഥകളിലാണ് ഈ എപ്പിസോഡ് കയറാൻ പോകുന്നത്. ഞാനിന്ന് ട്രെയിൻ ചങ്ങനാശ്ശേരി നെടുതപ്പ തൊട്ടിരുന്ന് ആലോചിക്കുക. എന്നിട്ട് കോട്ടയത്ത് എത്തി. അപ്പൊ ഞാൻ മറ്റേ മെമുവിനാണ് വന്നത്, രാവിലത്തെ ട്രെയിൻ മിസ്സായി. ഇല്ല, ഇന്ന് ഞാൻ എന്തേലും കാരണം പറഞ്ഞു. ഞാൻ റിൻഷുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി, എഴുന്നേറ്റപ്പോ സമയം കാണിച്ചിട്ട് അതിന് വരാൻ പറ്റില്ല. കാരണം നമ്മൾ 3 മണിക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് അടുത്തന്നെ കയറി വാ, പ്രൊഡക്ഷൻ 3 മണിക്കാക്കാം. അത്രേ ഉള്ളൂ. റിൻഷു ഭയങ്കര സിമ്പിൾ ആണ്. നീ ഉദ്ദേശിക്കുന്ന റിൻഷു നിന്നോട് മഹാദേവ് അത് പറ്റില്ല എന്ന് പറയത്തില്ല. റിൻഷു നിന്നെ വാല്യൂ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോ റിൻഷു എന്താ പറഞ്ഞ, ഞാൻ എന്നിട്ട് പിടിച്ച് വന്നിട്ട് പറഞ്ഞു പ്രൊഡക്ഷൻ കുറച്ചുകൂടെ താമസിക്കും, ഒരു 2 മണിക്കൂർ. കാരണം നമ്മുടെ മഹേഷിന് വയ്യ. അതെ, ക്യാമറ ഇതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ വലിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മഹേഷ് ചേട്ടനാണ്. ഓക്കെ, അല്ലാതെ ഷൈൻഡും ചാക്കോ അല്ല. അയ്യോ, അങ്ങനെ എന്തെങ്കിലും എക്സ്പ്രസ് ആയിട്ട് ടേബിളിന്റെ അടി ഇരിക്കണ കിട്ടുമായിരുന്നെങ്കിൽ. നമ്മള് ഓവർ തിങ്കിങ് എപ്പോഴും എനിക്ക് തോന്നുന്നത് പ്രശ്നം വരുന്നത് പോയിന്റ് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവിടെയാണ് ഓവർ തിങ്ക്. ഇപ്പൊ നീ പറഞ്ഞ പോയിന്റകത്ത് ഒരു വിഷയമില്ല, നീ ഇത് ചെയ്തിട്ട് ഞാൻ ഇനിയും പോയിട്ട് അവിടെ നടക്കും, നീ വരാതിരിക്കുന്നു, അതായത് അത്രയും ചിന്തിച്ച് കൂടിയിട്ട് നീ വരാതിരിക്കാൻ മാത്രമേ പ്രശ്നമുള്ളൂ, എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ അങ്ങനൊന്നും ചിന്തിക്കാറില്ല. ഞാൻ ഇപ്പൊ എന്റെ അതുകൊണ്ടാണ് ആ ലെവൽ ഓവർ തിങ്കിങ് ഇല്ല ഇവനും, എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ കൂട്ടുകാരൻ ഇവൻ ജോണും അങ്ങനെ പ്രശ്നമുള്ള ഓവർ തിങ്കർ അല്ല. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു പോകുമ്പോൾ പ്രശ്നമാകുമോ എന്നുള്ളതിനെ പറ്റി പിന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും, അത് പറയണ്ടായിരുന്നു, അത് പറയണോ, അത് ഇറക്കണോ. അതുണ്ട്, എനിക്ക് ആ ചിന്തയൊന്നുമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പോയി. അതെ, കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി മാത്രമേ ജോണിന് ഓവർ തിങ്ക്, മുന്നോട്ടുള്ളൊരു സാധ്യത ജോണിന് ഓവർ തിങ്ക് പോയിട്ട് തിങ്കിങ് പോലും ഇല്ല. എനിക്കതില്ല. ഞാൻ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷെ മുന്നോട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ വെറുതെ ആലോചിച്ചിട്ട് എനിക്ക് ഞാൻ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ ഇതുപോലെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളീ പറയത്തില്ല ചില കാര്യങ്ങൾ നമ്മൾ ജോൺജ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരുത്തനോട് പോയി നിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു മറ്റേ കയറിയൊരു അഭിപ്രായം പറയും, അതത്ര റിസ്ക് ആണല്ലോ, അത് ചെയ്യണോ, അങ്ങനെയാണിങ്ങനെ. അപ്പോൾ ജോൺജ പറഞ്ഞില്ലേ, മറ്റേ ആൾ ചിലപ്പോൾ അതിനെപ്പറ്റി ഇത്രയും നാൾ ചിന്തിച്ചായിരിക്കും തീരുമാനം എടുത്തേക്കുന്നത്, മറ്റേ പുള്ളിക്കാരൻ 10 സെക്കൻഡിൽ പറയുന്ന അഭിപ്രായം. അതുപോലെ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂട്ടുകാരൻ എപ്പോഴും എന്നെ ഉപദേശിക്കായിരുന്നു ഇൻസ്റ്റയിൽ, നീ റീൽസ് പോസ്റ്റ് ചെയ്യണം, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അത് ഇതെന്നൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാ സൈഡും ആലോചിച്ചിട്ട് ഇത് വേണ്ടാന്ന് തീരുമാനിച്ച് വെച്ചേക്കുന്ന. അപ്പം ഞാൻ അവനോട് അത് ഇവൻ എന്നെ വല്ലാണ്ട് ഉപദേശിക്കുമ്പോൾ, എടാ എനിക്ക് നന്നാവാൻ ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഞാനിത് പലവർത്ത് ചിന്തിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴത്തേക്കും പറയും, നീ ഈയിടെ വല്ലാണ്ട് നീ ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്യണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, വല്ലാണ്ട് തിങ്ക് ചെയ്യണല്ലേ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു. അത് സാധാരണ ആൾക്കാർ, നീ അതിൻ്റെ മേളില്ല, നീ ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവർ തിങ്കിങ് ലൂപ്പുണ്ട്. നമ്മളിപ്പോൾ അത് സ്ഥിരം സംഭവിക്കുന്ന സാധനമായിരിക്കും. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്ന സംഭവം പറഞ്ഞത് അങ്ങനെയല്ല, നമുക്ക് സ്ഥിരം വേണ്ടത് അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കണം എന്നൊരു സാധനം. ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഓവർ തിങ്ക് ചെയ്ത് ലൂപ്പിൽ കറങ്ങി അടിച്ച് തിരിച്ചു വരും. നമ്മൾ ചെയ്യില്ലത് ഈ സാധനം നമ്മളിങ്ങനെ അതിപ്പോൾ ഇന്ന് ചെയ്യും, നമ്മൾ 2 മാസം കഴിഞ്ഞ് ചെയ്യും, 6 മാസം കഴിഞ്ഞ് ചെയ്യും. ആ ഒരു ഓവർ തിങ്കിങ് അതാ ഇവനെ പറഞ്ഞത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നുണ്ട് കണ്ടന്റ് വേണം. അപ്പോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടന്റ് ഉണ്ടെങ്കിൽ നല്ല ഐഡിയാസ് ഉണ്ടാക്കണം, അപ്പോൾ കുറേ എഴുതി വെക്കണം, ഒരുമിച്ചപ്പോൾ ഒന്നിച്ച് കണ്ടന്റ് വേണം. ഇപ്പോൾ കുറച്ച് റെഗുലർ ഉണ്ടെങ്കിൽ കണ്ടന്റ് കുറച്ച് വേണം. ഇപ്പോൾ കണ്ടന്റ് ഒന്നും കയ്യില്ല, കണ്ടന്റ് ഇവിടെ ഷൂട്ട് ചെയ്യും, കണ്ടന്റ് ഷൂട്ട് ചെയ്യും, ലൊക്കേഷൻസ് വരെ പാടാം. അപ്പം ഇവിടെ ഷൂട്ടിന് വരുമ്പോൾ ഒരുമിച്ച് ചെയ്യാം, അല്ലേ വേണ്ട, ശരി നാട്ടിൽ ചെയ്താൽ അങ്ങോട്ട് പ്രകൃതി രമണീയ സ്ഥലം കിട്ടാൻ പറ്റത്തില്ല. അയ്യോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഫോൺ വേണമല്ലോ, എൻ്റെ ഫോൺ നല്ലതല്ല, ഫോണിന് നല്ല ക്വാളിറ്റിയുള്ള സാധനമുണ്ട്, ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഇല്ല, ക്വാളിറ്റി എടുത്ത് എഡിറ്റിംഗ് ഭയങ്കര പ്രശ്നമാണ്. എഡിറ്റിംഗ് എന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ ഇത് ഇല്ലാൻ പറ്റും. അപ്പോൾ 2 ഇട്ട് കഴിഞ്ഞാൽ അത് ഓടും, പിന്നെ ആൾക്കാർ നമുക്ക് അടുത്ത് തരാം, പിന്നെ പ്രഷറായി, പിന്നെ പ്രഷറിന് ചെയ്യും. കണ്ടന്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രഷർ ചെയ്യാൻ പാടില്ല, പ്രഷർ ചെയ്താൽ ഫ്രീ ആയിട്ട് ചിന്തിക്കാം, മൈര് വേണ്ട. ഈ ലൂപ്പ് അടിച്ചോണ്ടിരിക്കും, ഈ ലൂപ്പിൽ പൊക്കോണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഒരാഴ്ചത്തെ പ്രോസസ് ആയിരിക്കും ഈ ലൂപ്പ്. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ഞാൻ പണിയെടുക്കാഞ്ഞിട്ടല്ല, ഇതിന് ഇന്നായിട്ട് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ ചിന്തിച്ചു, നമ്മൾ കണ്ടെത്തി, സമാധാനമുണ്ട്, കണക്കാം. അതാണ് ഓവർ തിങ്കിങ് രേഖ. ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിന് അനാലിസിസ് പാരാലിസിസ് എന്ന് പറയും. നല്ലൊരു പ്രാസം പഠിച്ചിട്ടാണ് ഇന്ന് സയൻസ് നോക്കിയിട്ടാ വന്നേക്കണേ. അതായത് രാവിലെ ഇങ്ങനെ സാധനം ചെയ്യണം, ഇതിലിപ്പോ എന്ത് പറയും, ഇതിനെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഓവർത്തിങ്ക് ചെയ്ത് നോക്കി, പക്ഷെ പേഴ്സണൽ ആയിട്ടുള്ള കഥകളൊന്നും അങ്ങനെ തലയിലോട്ട് വരുന്നത്. ഞങ്ങൾ പറഞ്ഞു റിൻഷാദ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്, കണ്ടില്ലേ അല്ല, ഇത് പയ്യെ നമുക്ക് ഒരു പോഡ്കാസ്റ്റ് ആക്കി മാറ്റണം കേട്ടോ. അപ്പൊ ഇതിപ്പോ നമ്മൾ പോഡ്കാസ്റ്റ് അല്ല, നമ്മളിരുന്ന് എന്തൊക്കെയാ പറയുന്നത്, അനാലിസിസ് പാരാലിസിസ്. എന്താണ് പാരാലിസിസ്? അതായത് ഇങ്ങനെ കുറെ നമ്മൾ ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് പക്ഷേ ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഉണ്ടാവില്ല, അത് പാരലൈസ് ആയി പോയി. അതാണ് അങ്ങനെ ലൂപ്പിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച്
ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു അസുഖ വേർഷനും അല്ലെങ്കിൽ ഡിഫക്റ്റ് വേർഷൻ അല്ലെങ്കിൽ പ്രശ്ന വേർഷനുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം ഭക്ഷണം കഴിക്കുന്നത് ആവശ്യമാണ്, മനുഷ്യന് ഭക്ഷണം കഴിക്കുന്ന ന്യൂട്രിയൻസ് ആവശ്യമാണ്. അത് ഭക്ഷണം ഒരു ലെവലിൽ കൂടുതൽ കഴിച്ചാൽ അസുഖമായിട്ട് മാറും. അപ്പോൾ അതുപോലെ തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്, കാരണം എല്ലാ സാധനം ചിന്തിച്ചാലേ പറ്റത്തില്ല. ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കണം, നല്ലൊരു സാധനം പ്ലാൻ ചെയ്യണം, ചിന്തിക്കണം. പക്ഷേ ഇതിനും ആ പറഞ്ഞ ബൗണ്ടറി ഉണ്ടല്ലോ, ആ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. ഓവർ തിങ്കിങ് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമാണ് സത്യത്തിൽ. അതായത് പല ചിലപ്പം സ്ട്രെസ് റിലേറ്റഡ് അസുഖങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഫാക്ടർ ആയിരിക്കും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു പയ്യൻ ഇപ്പം ചില മെൻ്റൽ ഡിസോർഡേഴ്സ് പ്രശ്നങ്ങളുള്ള പയ്യൻ, അപ്പോൾ അവന് പരിചയമില്ലാത്തൊരു സ്ട്രേഞ്ച് സ്ഥലത്തൂടെ നടന്നു പോവുകയാണ്. ഫോർ എക്സാമ്പിൾ അവൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയി, അവൻ്റെ സ്ഥലം തിരുവനന്തപുരം അല്ല വടക്കേക്കോടെയാണ്. അവൻ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവനിങ്ങനെ നടന്നു പോകുമ്പം അവൻ്റെ പ്രശ്നമുള്ള പയ്യൻ തിരുവനന്തപുരത്ത് പഠിക്കണം, പത്തനംതിട്ട വീട്. അപ്പോൾ അവനിങ്ങനെ നടന്നു പോകുമ്പോൾ അവൻ്റെ ഹോസ്റ്റലിൽ ചേച്ചി ചേച്ചി ഒന്ന് മോനെ അകത്തേക്ക് പോയി ഫാനൊന്ന് ഫിക്സ് ചെയ്ത്. അപ്പോൾ അവൻ അകത്തേക്ക് പോകുമ്പോൾ ചേച്ചി ഇങ്ങനെ ഫാൻ ഫിക്സ് ചെയ്യാൻ കയറി നിൽക്കുന്നു. അതല്ല സീൻ. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് ചേച്ചി, എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തക്കാളി എടുത്ത് കഴിക്കരുതെന്ന് തൊട്ടടുത്ത വീട്ടിലൊരാൾ പറയുന്നു. അപ്പോൾ ആ പയ്യൻ വിചാരിക്കുന്നു ഞാൻ വീട്ടിലിരിക്കുമ്പം തക്കാളി എടുത്ത് കഴിക്കാറുണ്ട്, അപ്പോൾ അത് അമ്മ വഴക്ക് പറയാറുണ്ട്, അത് ഇവർക്കറിയാം, അപ്പോൾ അവരതുകൊണ്ടാണ് എന്നെ ഇത് പറയുന്നത് എന്ന് പറയുന്നൊരു പാരാനോയിയ ഉണ്ടല്ലോ. ശരിക്കും അത് ഓവർ തിങ്കിങ് ആണ് ശരിക്കും. അപ്പോൾ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സാധനം അത് ഒരു അസുഖത്തിലേക്കുള്ളൊരു ഡീവിയേഷൻ കൂടെ ആണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. മേ ബി ചിലപ്പോൾ അല്ലെങ്കിൽ തിരിച്ചിങ്ങനെ പറഞ്ഞാൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഒന്നാണ് ഓവർ തിങ്കിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ഒരാൾ ഈ അസുഖത്തിലേക്ക് പോകുമെന്നല്ല, പക്ഷേ ഈ പറയുന്ന സാധനം ഓവർ തിങ്കിങ് ഇങ്ങനെ അസുഖങ്ങളുടെ ഒരു സിംറ്റം കൂടെ കേട്ടോണ്ടിരിക്കുമ്പോൾ അയ്യോ എനിക്ക് ഇനി ആ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളൊരു ഓവർ തിങ്കറാണ്. കാരണം ഞാൻ ആവശ്യത്തിന് ചിന്തിക്കുന്നുള്ളതാണ് എൻ്റെ ബോധം. ഞാൻ ഒത്തിരി ചിന്തിക്കുന്ന ആളാണ്, ഞാൻ എക്സ്ട്രീം തിങ്കർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ എപ്പോഴും സാധനം പറഞ്ഞാൽ ഒരു കമന്റിൽ ഒരാൾ പറഞ്ഞു അനീസൊക്കെ ഭയങ്കര ഫ്രീ തിങ്കറാണ്. എക്സ്ട്രീം തിങ്കർ അനീസൊക്കെ എന്താണ് അല്ലാത്തത് എക്സ്ട്രീം തിങ്കർ. ഞാനിപ്പോൾ ആലോചിച്ച് ഞാൻ ഓവർ തിങ്കറാണെന്ന് വെച്ചാൽ ഞാനൊരു സാധനം പറഞ്ഞു, ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആലോചിക്കുന്നു ഓക്കെ വണ്ടി ഇടിച്ച് മരിക്കാൻ നമ്മൾ സാധ്യതയുണ്ട്. ഞാനിങ്ങനെ പല സാധനം ചിന്തിക്കത്തില്ല, എൻ്റെ മാക്സിമം എക്സ്ട്രീമിൽ എത്തി നിൽക്കും. പിന്നെ എനിക്ക് എന്തെന്നാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ പുറത്തിറങ്ങി ഞാൻ ആലോചിക്കുന്നത്, ഇത് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ BJP കാരും കമ്മ്യൂണിസ്റ്റുകാരും രണ്ട് സൈഡിൽ നമ്മൾ വെട്ടിക്കൊല്ലും. കഴിഞ്ഞ എപ്പിസോഡ് ഇറങ്ങുമ്പോൾ എൻ്റെ വിചാരത്തിലേ ഉള്ളൂ, എനിക്ക് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. എക്സ്ട്രീം തിങ്കിങ് കഴിഞ്ഞു, എൻ്റെ തിങ്കിങ് കഴിഞ്ഞു. ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ പ്രശ്നം സോൾവ് ആയി. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ലെവലിനെ പറ്റി നമ്മൾ പല ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് എൻ്റെ തിങ്കിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഞാൻ ചില കാര്യങ്ങൾ ഇതുവരെ ചിന്തിക്കത്തേ ഇല്ല. അതായത് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല ചിന്തിക്കാത്ത, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കണം. അതെ അതെ, അതുകൊണ്ട് ചിലപ്പോൾ ഞാനൊന്നും ചിന്തിക്കാറില്ല. അത് പക്ഷെ അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഇങ്ങനെ ലൂപ്പടിച്ച് നമ്മുടെ സിസ്റ്റം ചിന്തിക്കാതെ പെൻഡിങ് കിടക്കണമെന്നുണ്ടോ? ചിന്തിക്കാതെ പെൻഡിങ് കിടക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അങ്ങനെയല്ല. ഞാൻ പെർമനന്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഡിഫോൾട്ട് സെറ്റ് ചെയ്യും അങ്ങനെ. ഞാൻ ചില കാര്യങ്ങളെ പറ്റി അങ്ങനെ ചിന്തിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാൽ അല്ല, ചില ഈ പറഞ്ഞാൽ എനിക്കറിയാം ഇത് ഇന്ന കാര്യങ്ങൾ ആവശ്യമാണ്, അത് ചിന്തിക്കണം, ഇന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട എന്നുള്ളൊരു സാധനമുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കും. ഞാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ജോൺ ജോയപ്പോലെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിക്കാത്തത്. ഞാനിപ്പോൾ അതെന്തുകൊണ്ടാണ് പറഞ്ഞത്, അത് വേറെ എല്ലാം നോക്കട്ടെ. കാരണം അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ പിന്നെ ചിന്തിച്ച് എനിക്കിതിൽ എഡിറ്റ് ചെയ്യണം തോന്നും, പിന്നെ ഞാൻ എഡിറ്റ് ചെയ്താലേ ശരിയാവത്തുള്ളൂ എന്ന് എനിക്ക് തോന്നും. അങ്ങനെ ആ ഒരു പ്രശ്നത്തിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് പണ്ട് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെർഫെക്ഷനിസം പിടിക്കണം എന്നുള്ളൊരു സാധനം. അപ്പോൾ അതെനിക്ക് ചിലപ്പോൾ ഒരു പ്രായമായപ്പോഴാന്ന് തോന്നുന്നു ചില കാര്യങ്ങൾ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരിക്കലും അതെനിക്ക് ഓവർ തിങ്കിങ്ങിന് ഏറ്റവും മോശം സൈഡായിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം കാണും നമ്മളിപ്പം. പക്ഷെ നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിക്കും, ഇപ്പം അങ്ങനെ അവിടെ നടന്നാലും അത് പിന്നെ ഇങ്ങനെ ആയാലും അതിൻ്റെ ബാക്കി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നെഗറ്റിവിറ്റി തന്നുകൊണ്ടിരിക്കണ വെറുതെ കുറേ ബാഡ് ചിന്തകൾ. ഞാൻ അത് കാട് കയറി പോകാറുണ്ട് വെറുതെ, ഒരിക്കലും നടക്കാത്തൊരു കാര്യം. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞാൻ ആ ഒരാളെ ലൈഫിൽ ചിലപ്പോൾ ഒരു പോയിന്റ് മീറ്റ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനൊരു സംസാരം വരും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ പോയിന്റ് പറയും, അപ്പോൾ ആളിങ്ങനെ പറയും. ചിലപ്പോൾ അവിടെ വെച്ച് കയ്യാങ്കളിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ല അങ്ങനെ ആ ഒരു സാധനമൊക്കെ ഒരു പ്രായത്തിൽ ഞാൻ അങ്ങനെ ചിന്തിക്കായിരുന്നു. അപ്പോൾ പിന്നെ ടെൻഷനാ, അയ്യോ, കാരണം എക്സ്ട്രീം പോയിലെത്തി നിൽക്കുന്നിടത്ത് ഇത് ഭയങ്കര പ്രശ്നമായി. പക്ഷെ ഇത് ഈ തുടക്കത്തിൽ നിന്ന് നടക്കാനേ പോണില്ല.
പക്ഷെ അങ്ങനെ ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കായിരുന്നു. അങ്ങനെ ഒരു ഭയങ്കര മോശം സൈഡുണ്ട് ഓവർ തിങ്കിങ്ങിന്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഈ ഓവർ തിങ്കിങ് ഇപ്പൊ ഈ മാധവൻ ഈ പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, മാധവൻ അവിടെ ഒരു കഥയാണ് സൈഡിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അത് ക്രിയേറ്റീവ്ലി നിങ്ങളെ ബെറ്റർ ആക്കുന്നില്ലേ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ്? ഇപ്പൊ മാധവനാണ് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാധവൻ ഒന്ന് പ്രോസസ് ടക്ക് എന്ന് പറഞ്ഞൊരു കൗണ്ടർ വരും ഇല്ലേ? ആ ഒരു തിങ്കിങ്ങിന്റെ ഒരു ഗുണം, ഒരു പ്ലസ് സൈഡ് അല്ലേ? ഓവർ തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് ആവുമ്പോൾ ക്രിയേറ്റീവ് ആവും. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇൻട്രിഗിങ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ളത്? ശരിക്കും ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം, സ്മോക്കിംഗ് എന്നുള്ള സബ്ജക്റ്റിന് ഇങ്ങനെയൊരു സാധനമുണ്ട്, പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ എല്ലാവരും ചിന്തിക്കുന്ന ആ ലെയറിൽ നിന്ന് തൊട്ടടുത്ത ലെയറിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ഫൺ സാധനം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു പ്രശ്നമുള്ള സാധനത്തിന് ഒരു ഫൺ സാധനം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് അതിനെപ്പറ്റി ഓവറായിട്ട് തിങ്ക് ചെയ്യണം. നമ്മളീ പറയുന്ന ബൗണ്ടറി, ഓവർ തിങ്കിങ്ങിൻ്റെ ആ ബൗണ്ടറി, അത് കടന്ന് അപ്പുറത്തേക്ക് പോകുന്നതിന് ഇപ്പുറത്ത് നിൽക്കുന്നതിനിടയ്ക്ക് ഒരു ക്രിയേറ്റിവിറ്റി സാധനമുണ്ട്. ആ പറയുന്ന ബൗണ്ടറിയുടെ ഇതിനകത്ത് എവിടെ ഒരു ക്രിയേറ്റിവിറ്റി സാധനം ഉണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ പല സാധനങ്ങളും. അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനൊരു സാധനം നമ്മൾ പോലും പറയാറുണ്ട്, അവൻ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വേറൊരാളുടെ ആർട്ടിസ്റ്റിനെ പറ്റി പറഞ്ഞു, അയാൾ ആ സാധനം അതിനകത്ത് അങ്ങനെ അത് എങ്ങനെ ചിന്തിച്ചെടുത്തുള്ള, അത് ഉറപ്പായിട്ട് അയാൾ അതിനകത്ത് ഓവറായിട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് ചിന്തിച്ചുകൊണ്ടാണ് എത്തിയത്. ക്രിയേറ്റിവിറ്റി നല്ല വശം കിട്ടുന്നത് അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി പക്ഷെ അതേസമയം ഈ ഓവർ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന തന്നെ അല്ലെങ്കിൽ ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്ന സാധനം നേരത്തെ ആദ്യം മെൻഷൻ ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് ഈ ചിലപ്പോൾ ഒരു കണ്ടന്റ് എഴുതും, എന്നിട്ട് ലൈക്ക് ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് ഇത് പോരാ, ഇത് എന്റെ സ്റ്റാൻഡേർഡിനുള്ള ഇല്ല, മാറ്റും, എന്നിട്ട് അങ്ങനെ ഒരു ഔട്ട് ചിലപ്പോൾ ചെയ്യാതെയാവും. റൈറ്റ്, അങ്ങനെ ഒരു വേർഷനും കൂടെ ഇതിനില്ലേ? ഈ ചെയ്തോണ്ടിരുന്നത് ഞാൻ ഒരിടയ്ക്ക് പെട്ടെന്ന് നിർത്തിയില്ല, ചെയ്യാനുള്ള ഞാൻ അങ്ങനെ നമ്മുടെ 2 ഷോയിൽ 2 സെറ്റ് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതായത് ഔട്ട് ചെയ്യാതെ നമ്മൾ ഷോയിൽ പെർഫോം ചെയ്തോണ്ടിരുന്ന ഞാൻ നിർത്തിയില്ല, ഞാൻ പിന്നല്ലേ കരോട്ടറക്കിലോട്ട് ഇറങ്ങി. അല്ലാതെ ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഡസ് ദിസ് ഹാപ്പൻ? ഇപ്പൊ നിങ്ങളൊരു സ്റ്റാൻഡപ്പ് സെറ്റ് എഴുതണം, ഇപ്പോൾ ഒരാഴ്ചത്തെ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇരുന്ന് എഴുതി ഞാൻ പറയാം ഇപ്പൊ വേണ്ട ബമ്പർ ചിരിയിൽ പോവാന്ന് വിചാരിച്ചോ, നമ്മൾ ഞായറാഴ്ച അവിടെ ഗ്രൂമിങ്ങിന് ചെല്ലണം അല്ലെ അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ കണ്ടന്റ് എഴുതി വന്ന് ശനിയാഴ്ച ആയപ്പോ തീരുമാനിക്കാണ് ഇത് എന്റെ സ്റ്റാൻഡേർഡിന് അത്ര അങ്ങോട്ട് പോരാ. അങ്ങനെയല്ല, കണ്ടന്റ് എഴുതി വരലൊന്നുമില്ല, ശനിയാഴ്ചയാണ് ഇരിക്കുന്നത്. അത് 2 പ്രോസസ്സാ. ദേവന്റെ കേസിൽ ദേവൻ സ്ഥിരം പോകാനുള്ള ഒരു ആഗ്രഹം കിടക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ലളിതഗാനത്തിന് പേര് ഞാൻ എല്ലാ ചെടികളിലും ഇവിടെ പേര് കൊടുക്കുന്നുണ്ട്. എന്റെ കേസ് തിരിച്ചാണ്. കാരണം എനിക്ക് കണ്ടന്റ് ഉണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇനി ഞാൻ ഇതിനകത്ത് പണിയത്തില്ലെന്ന് ഉറപ്പുള്ളപ്പോഴായിരിക്കും ഞാനിത് ബമ്പർച്ചിരി കൊടുക്കാൻ. അതുകൊണ്ട് എനിക്ക് ബമ്പർച്ചിരി അവരിങ്ങനെ അത് ചെയ്ത് എനിക്കിത് ചെയ്യാൻ വയ്യ, ഞാനിത് ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്താൽ എനിക്കിനി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പ്രോസസ്സ് വേറെയാണ്. ഇപ്പം ദേവനാ അത് കറക്റ്റാണ്. ബമ്പർച്ചിരി പോകണമെങ്കിൽ ദേവൻ അന്ന് രാവിലെ ഇന്ന് പോണല്ലേ ആശാൻ അതുവരെ കിട്ടുന്ന ഒബ്സർവേഷൻസ് ഒക്കെ നന്നായിട്ട് സേവ് ചെയ്യുന്നുണ്ട്, അതെല്ലാം കമ്പൈൽ ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത്. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മാധവ് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നീ എന്നെ ഞങ്ങൾ ബാക്കിയുള്ള പ്രോസസ്സ് കാണാതുണ്ട്. ജോൺ ജോയ്ക്ക് ഒരു വിഷ്വൽ സാധനം ഇല്ലെന്നേ ഉള്ളൂ. ജോൺ ജോ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ജോൺ എന്തെങ്കിലും ഞാൻ എഴുതി ഞാൻ നോട്ട് ഇയാളെ കാണാറ് പോലില്ല, ഞങ്ങൾ ആരും കാണാറില്ല, അതാണ് പ്രശ്നം. എനിക്ക് ഫോണുണ്ട്, ഡയറി ഉണ്ട്, എനിക്ക് റൈറ്റിംഗ് പാഡ് ഉണ്ട്, എല്ലാത്തിനകത്ത് റൈറ്റിംഗ് പാഡ് കൊണ്ടുവരും. പക്ഷെ അത് പുള്ളിയുടെ സ്ക്രിപ്റ്റ് ആണെന്ന് വിചാരിച്ചോണ്ടിരുന്നത്. ഒരു കട്ടിക്ക് എന്റെ സ്ക്രിപ്റ്റ് വേറെ ഉണ്ട്. സ്പെഷ്യൽ പുള്ളി ഒരു 4-5 അല്ല ഒരു ഡയറിക്കകത്താണ്. അതും ഇച്ചിരി കുഞ്ഞു റൈറ്റിംഗ് ആണ്. നമ്മുടെ ബമ്പർച്ചിരി പോകുമ്പോൾ കളിയാക്കി അവരകത്ത് കയറി ഗ്രൂമിങ് പറയും ഇതൊന്നും അടുപ്പിക്കാൻ. ഞാൻ 4 പേജ് എഴുതിക്കൊണ്ട് പോയ 2 പേജ് തന്നെ എഴുതി അടുപ്പിച്ച് കാണിക്കും. ഇപ്പൊ അടുത്തു ഇതാ ഞങ്ങൾ ആദ്യം ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഇതെല്ലാം ഞാനും ആദ്യം പറഞ്ഞത്. ഇത് ചിലർ ഓഫീസ് സെറ്റിംഗിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ ബോസിന് റിപ്പോർട്ടൊക്കെ അയക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ 5-10 പേജ് ഒക്കെ അയച്ചു കഴിയുമ്പോൾ പുള്ളി വായിച്ചു നോക്കുക പോലല്ലേ ചിലര് റീവർക്ക് ചെയ്യണം, നേരെ അത് പിന്നെ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കുറെ കഥകൾ കേട്ടിട്ടുണ്ട് സെയിം സാധനം. പിന്നെ ഓവർ തിങ്കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ റിലേഷൻഷിപ്സിൽ അത് നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അല്ല ഡെഫിനറ്റ്ലി റിലേഷൻസ് ഉള്ളവർക്കല്ല അതിനകത്ത് എക്സ്പീരിയൻസ് പറയാൻ പറ്റത്തുള്ളൂ. രാജേഷ് റിലേഷനില്ലല്ലോ. അപ്പൊ ജനറലി ഇപ്പൊ നമ്മുടെ കേസിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മള് അണ്ടർ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷൻ വരുമ്പോൾ എസ്പെഷ്യലി ഇപ്പൊ
ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ. അത് വരുമ്പോൾ നമ്മൾ അണ്ടർ തിങ്കിങ് ആണ്. എന്നാൽ സ്ത്രീകൾ ഒരു ആർഗ്യുമെന്റിലോട്ട് വരുമ്പോൾ റിലേഷനിൽ ആണുങ്ങൾ തിങ്ക് ചെയ്യാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? റിലേഷനിൽ ആണുങ്ങൾ തിങ്ക് ചെയ്യാറില്ലെന്ന്. പക്ഷെ പെൺകുട്ടികൾ ഓവർ തിങ്കിങ് ആണ്. ഒരു ഫൈറ്റിലോട്ടൊക്കെ വരുമ്പോൾ അവരൊരു ചിലപ്പോൾ ഒരു 5 ഗ്രൂപ്പ് കോളും ഒരു 10 ഒരു കോൺഫറൻസ് ഒക്കെ അവരുടെ ബെസ്റ്റീസ് ആയിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയുധങ്ങളും അമ്പുകളും കൊണ്ടായിട്ടായിരിക്കും വരുന്നത്. നീ ഇങ്ങനെ പറഞ്ഞു അമ്മേ മഹാദേവൻ അറിയില്ല കേട്ടോ. അല്ല അവര് വേറെ കോൺഫറൻസ് കോളിൽ പോകുന്നുള്ളതാണ് എനിക്ക് ജനറലി ഒരു ഡിസ്കഷനും റൗണ്ടും പ്രോപ്പർ തിങ്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് ഫൈനലി ഇത് നമ്മൾ ഇതിലോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര അൺപ്രിപ്പയർഡ് ആയിട്ടായിരിക്കും ഒരു ആർഗ്യുമെന്റിലോട്ട് വരുന്നത്. അല്ല ഈ പറയുന്നത് ഷെയർ ചെയ്താലും ഇല്ലെങ്കിലും അവർ പ്രിപ്പയർഡ് ആയിരിക്കുന്നുള്ളൂ. അതായത് അവർ പ്രോപ്പറായി തിങ്ക് ചെയ്ത്, ഓവർ തിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അത് പ്രോപ്പറായി തിങ്ക് ചെയ്ത്, അതായത് ഈ പറയുന്ന കോൺവെർസേഷൻ എംറ്റി ദിശയിലേക്ക് പോയാലും എത്ര n ഡിറക്ഷൻസിലേക്ക് പോയാലും n നമ്പർ ഓഫ് ഡിറക്ഷൻസിലേക്ക് പോയാലും അത് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള 8 ടൈപ്പ് ചോദ്യങ്ങൾ, n ഡിറക്ഷനിലുള്ള 8 ടൈപ്പ് ചോദ്യങ്ങൾ, ആ 8 ടൈപ്പ് ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സും അവരുടെ കയ്യിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിതിന് ഏത് ഡിറക്ഷനിലേക്ക് പോയാലും അവർ ജയിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അത് ശരിക്കും അവരുടെ ഒരു ഓവർ തിങ്കിങ് സ്കില്ലിൻ്റെ പോസിറ്റീവ് സൈഡാണ്. അതായത് അവർ പ്രോപ്പറായിട്ട് പഠിച്ചു, ഓക്കെ ഞാൻ ഇത് പറയുമ്പോൾ അവർ ഇത് പറയും, എന്തായാലും ഇതായിരിക്കും പറയുന്നത്, അത് ഞാൻ ഈ മറുപടി പറയും, ഇനി ഇതല്ല പറയുന്നത് മറ്റേതാ പറയും. അതായത് ഞാനവിടെ ഫ്ലിപ്പ് അടിക്കും. അതായത് അവർക്ക് വേണ്ടുന്ന ഒരു ഡിസിഷൻ നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അനീസൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു ഗൈഡഡ് പാത്താണ് പറഞ്ഞത്. ഫൈനലി ഇവിടെ എത്തണം, ഇങ്ങനെ ഒരു പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഇട്ടിട്ട് ഇവിടെ എത്തിക്കുന്നു. കാരണം എൻ ഡിറക്ഷനിൽ പോയാലും അത് എത്തുന്നത് ഈ പോയിന്റിലായിരിക്കും. അത് ഫൈൻ. ചിലതൊക്കെ ഇങ്ങനെ വെൽ വാട്ട് ഡു യു തിങ്ക്, എന്താണ് നിന്റെ അഭിപ്രായം, അത് ഓപ്പൺ നല്ലൊരു ചോദ്യം. ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ച് നീ എങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് മാറുന്ന? അല്ല എന്താ വെച്ചാൽ എനിക്ക് ഇവർ ഈ പറഞ്ഞ ഓവർ തിങ്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഓരോ പോയിന്റ്സ് ഉണ്ടാക്കി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അത് പൊളിക്കും. അപ്പം തന്നെ അപ്പം ഞാൻ നമ്മളൊരൊറ്റ സാധനം പറയുമ്പം അത് ഇവർ ഈ പറഞ്ഞ നമ്മൾ എന്താ പറയുക ഒരു തർക്കം ഉണ്ടാകുമ്പോഴാണല്ലോ ഇവർ അവരുടെ സൈഡാണല്ലോ പറയണേ. അപ്പം നമ്മളതിന് തിരിച്ച് നമ്മുടെ സൈഡ് പറയും, ഇതിങ്ങനായിരുന്നു, ഞാനിങ്ങനെയാണ് ഇതിനെ ചിന്തിച്ചിരുന്നല്ലേ, ഞാനതിനെ അങ്ങനെയാണ് കണ്ടതെന്നുള്ള സാധനം പറയുമ്പോൾ അവർ ഓക്കെ ഇത് പാളി, അപ്പം അടുത്ത് ഇറക്കും. അപ്പം നമ്മൾ അതിനെ അവർ പിന്നെ എൻ്റെ അടുക്കൊക്കെ ലാസ്റ്റ് വിൽക്കാതെ പറയും, നിന്റെ അടുക്ക ഒന്നും പറഞ്ഞു ജയിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഇത് നമ്മൾ ആദ്യമല്ല, ദേവൻ എല്ലാ കാര്യങ്ങളിലും പ്രിപ്പയർഡ് ആയിരിക്കും. ഈ ഇഷ്യൂസിന് അദ്ദേഹം പ്രിപ്പയർഡാണ്, ബൈ ഡിഫോൾട്ട് അവൻ പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രിപ്പറേഷൻ കൊണ്ട് അവൻ കറക്റ്റായി ഫൈറ്റ് ചെയ്ത് നിൽക്കും. എനിക്ക് അത് ഒരു സ്കില്ലുണ്ട്. എന്റെ കേസിൽ നീ ഇതുപോലുള്ള ഒരു പ്രശ്നം മണക്കൂ, ഇങ്ങനൊരു പണി ഇപ്പൊ വരാൻ സാധ്യതയുണ്ട്. അങ്ങനല്ല, ഏത് സമയത്ത് പ്രശ്നം വന്നാൽ എടുക്കാനുള്ള ആയുധങ്ങൾ എൻ്റെ സെറ്റാണ്. ഞാൻ ഫൈറ്റ് ചെയ്യാറില്ല, വളരെ റെയറായിട്ട് ഫൈറ്റ് ചെയ്യാറുള്ളൂ. അപ്പം ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ആദ്യമേ നമ്മൾ എന്താ ഈ പ്രശ്നമുണ്ട്, ഈ മൂടാ, അതുകൊണ്ടാ ഇറിറ്റേറ്റ് ചെയ്യുന്നതല്ല, സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനല്ലേ കുറച്ച് ലൈറ്റ് ആയിട്ട് കണ്ടാൽ മതി. അല്ല അത് പ്രശ്നമുണ്ട്, അതിനകത്തൊരു ഇഷ്യൂ ഉണ്ട്. അതായത് അവിടെ വഴക്കുണ്ട്. അതായത് അവർക്ക് ഈ പറയുന്ന 8 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ആൻസറും പറയാൻ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുമ്പോൾ അത് പറയാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഫ്രസ്ട്രേഷൻ അവർക്കുണ്ടാകും. സോ കേസ് നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ. അപ്പൊ എന്റെ 8 വാദങ്ങൾ ഞാനത് എവിടെ പറയും, അയ്യോ അതിങ്ങനെ കിടന്നിട്ട് ഒരു ടെസ്റ്റ് ഇതാ അത് നീ പറഞ്ഞ കറക്റ്റാ, അത് പറയുമ്പോഴത്തേക്ക് ഇവന് ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കി. നീ പലപ്പോഴും പറയാണല്ലോ നമ്മളിത് മാറിയിട്ടില്ല എന്നുള്ളത്. ഞാൻ മാറി. അപ്പൊ അപ്പോഴും പ്രശ്നം, അവർക്കത് പറയാൻ പറ്റുന്ന വിഷമം കിടന്നിട്ട്. ജനറലി ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ഇങ്ങനെ വെന്റ് ചെയ്യാനൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മളപ്പോഴും തന്നെ മോള് ഇതിങ്ങനെ ചെയ്താൽ മതി, സെറ്റാ, അതല്ല വേണ്ടത്, അത് വെന്റ് ചെയ്താൽ മതി, അത്രയും കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു, സൊല്യൂഷൻ നമുക്ക് വേണ്ട. ശരിക്കും ഞാൻ വ്യക്തിയായിരുന്നു പറയാനുള്ള. പക്ഷേ ഇതുപോലെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ അവരെന്നോട് ഇതുപോലെ വേറെ അവരുടെ പ്രശ്നങ്ങൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അത് ഈ പറഞ്ഞ ഓവർ തിങ്ക് കൊണ്ട് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പ് ടോക്സിക് ആവാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരാളിപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഞാൻ ഇത് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞ്, അപ്പം നമ്മൾ മനസ്സിൽ ചിന്തിക്കുക ശരിക്കും ഇപ്പം ഇതാണോ ചെയ്യാൻ പോണേ, അല്ലെ നമുക്കത് വെറുതെ നമ്മളെ പറ്റിക്കുവാണോ എന്നൊരു സാധനം വെറുതെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അനന്ത സാധ്യതകൾ ഓപ്പണായി വരും. അപ്പം നമുക്ക് പിന്നെ സംശയങ്ങൾ കൂടും. ആ ഒരു ഓവർ തിങ്കിങ്ങിലാണ് സംശയങ്ങൾ ബിൽഡാവുന്ന റിലേഷൻഷിപ്പ് നശിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഒരാളൊരു കാര്യം പറഞ്ഞു അതങ്ങനെ തന്നെ എടുക്കാതെ വെറുതെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കും, ഇല്ലേ?
നമ്മൾ ആദ്യം പറഞ്ഞ ഓവർ തിങ്കിങ്ങിൻ്റെ പ്ലസും മൈനസും പറയുമ്പോൾ ഇഷ്യൂ ഇവിടെ വരുന്നത് ഓവർ തിങ്കിങ് അവനവൻ്റെ കേസിൽ മാത്രമാണെങ്കിൽ, ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നത് പോലെ പോയിന്റ് നമ്മൾ എപ്പോഴും എക്സാമ്പിൾ പറഞ്ഞല്ലോ, അത് മാത്രമാണ് അവൻ്റെ കാര്യം മാത്രമാണ്. ഇത് 2 പേര് കൂടുന്ന ഒരു റിലേഷനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന അവിടെ ഒരാൾ ഓവർ തിങ്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷനിൽ 2 പേരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരാൾ മാത്രം ഓവർ തിങ്കർ ആകുമ്പോൾ ഈ പറയുന്ന ഇഷ്യൂ, അതായത് ആ ഓവർ തിങ്കിങ് മറ്റേ ആളിനെ കൂടെ ബാധിക്കും. റിലേഷൻഷിപ്പിൽ ഓവർ തിങ്കിങ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ മറ്റേ ഓവർ തിങ്കിങ് ആദ്യം പറഞ്ഞ കേസിൽ അവൻ പല വശങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് അവൻ തന്നെ എടുത്ത് ചിലപ്പോൾ സ്റ്റോൾ ചെയ്യും, ചിലപ്പോൾ പ്രോഗ്രാം ചെയ്യാതിരിക്കും, ചിലപ്പോൾ ചെയ്യും, കുളമാകും. അതൊക്കെ അവനെ ബാധിക്കുന്ന കാര്യം. ഇതിപ്പോൾ 2 പേരുടെ കേസിലാകുമ്പോൾ ഇത് മറ്റേ ആളെയും കൂടെ ബാധിക്കും ഈ ഇഷ്യൂസ് ഓവർ തിങ്കിങ്. അപ്പം റിലേഷൻഷിപ്പിൽ ഓവർ തിങ്കിങ് കുറച്ച് പ്രശ്നമായിട്ട് മാറും. എനിക്കിതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഓവറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ പ്രശ്നമുണ്ട്. അവരിതുകൊണ്ടായിരിക്കും പറയണത്, നമ്മൾ അവരെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെറുതെ അവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുക, അവരുടെ മനസ്സിൽ ഇതായിരിക്കും, അവരിതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണ, അങ്ങനെ ചിലപ്പോൾ പരിധി വരെ അത് ഓക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തും കൂടെ ഭയങ്കരമായിട്ട് അലമ്പ്. നേരത്തെ പറഞ്ഞ ഓവർ തിങ്കിങ് നമ്മൾ ഡിപ്രഷനിലോട്ട് പോകുന്ന ഇടയ്ക്ക് ഒരു പോയിന്റ് പറഞ്ഞത്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ ഇപ്പം നമുക്കല്ല 27 വയസ്സായല്ലോ. അപ്പം ഞാനിടയ്ക്ക് അല്ല ഞങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരുണ്ട്, നമുക്കെല്ലാം 27 വയസ്സായല്ലെന്ന് പറഞ്ഞത്. അപ്പം അത് ചുളുവിൽ 27 കയറാൻ നിൽക്കുക. അപ്പോൾ നമ്മളിതുപോലെ അവനാണ്, ഞാൻ ഏതൊരു എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, എടാ ഞാൻ വിചാരിച്ച് പണ്ട് നമ്മളൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നല്ലോ, അപ്പോൾ നമ്മളൊക്കെ സെറ്റാവും എന്നാണ്. പക്ഷേ മറ്റേ അവിടെ വെച്ച് ഇത്ര സപ്ലൈ ഉണ്ടായിരുന്നു, അവൻ രക്ഷപ്പെട്ടു, ഇവൻ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു, ഇവർ രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സാധനമൊക്കെ പറയുന്നൊരുത്തനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനിതുപോലെ എൻ്റെ അടുക്ക് ചിലപ്പോൾ വരുമ്പം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് രാത്രി കിടക്കുമ്പോൾ ഇപ്പോൾ ഉറക്കമില്ല. അവൻ രാത്രിയിൽ ഫുൾ അവൻ്റെ ഇങ്ങനെ കരിയറിൽ എന്ത് ചെയ്യും, ജീവിതത്തിൽ ഇനി അടുത്ത എന്ത് ചെയ്യും, കാരണം അവൻ ഒരു തരത്തിൽ സെറ്റായിട്ടില്ല. അപ്പം അവനിതുപോലെ ഇടയ്ക്ക് കുറച്ച് കാലം കുറച്ച് ജോലി ചെയ്തു, എന്നിട്ട് അത് ശരിയായില്ല. അപ്പം വേറെ കോഴ്സ് കുറച്ച് പഠിക്കാൻ പോയി. അപ്പോൾ അതിന് പോയിട്ടും അവനങ്ങോട്ട് സെറ്റാവുള്ള, അപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടി വീട്ടുകാർ പ്രഷർ ചെയ്യണം. അവൻ്റെ അച്ഛൻ പുറത്തുണ്ട്, അപ്പോൾ പുള്ളി അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന പരിപാടി നടക്കത്തില്ലെന്ന് അവനറിയാം. അവൻ്റെ തലയിൽ ഇവൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷേ വീട്ടുകാർ വേറൊരു സൈഡിൽ കൂടെയാണ്. വീട്ടുകാർ നോക്കുമ്പോൾ ഇവന് പ്രായം കൂടുന്നുള്ളൊരു പരിപാടി. അപ്പം ഇവൻ ഈ പറഞ്ഞ പോലെ രാത്രി കിടക്കുന്ന സമയങ്ങളിലാണ് ഇവൻ പീസ്ഫുള്ളായിട്ടിരിക്കുന്നത് മെയിൻ. അല്ലെങ്കിൽ വീട്ടിൽ അവൻ ആ ഒരു സമാധാനം വീട്ടുകാർ കൊടുക്കാറില്ല. അപ്പോൾ ഇവൻ രാത്രിയിൽ ഇരിക്കുമ്പം ഇവൻ ഇതിനെപ്പറ്റി ഇവൻ പ്രോസസ്സ് ചെയ്ത് ഇവൻ്റെ ഈ ചിന്തകൾ ഇവനതുകൊണ്ട് ഇവൻ ഉറങ്ങാൻ പറ്റുള്ള. അപ്പോൾ ഇവൻ പതുക്കെ നമ്മൾ വെറുതെ തമാശ മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഡിസ്കഷനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഓവർ തിങ്ക് ചെയ്ത് തുടങ്ങി. ഇവന് കുറച്ച് പ്രശ്നമാണോ, ഇവനൊരു ചെറുതായിട്ട് ഡിപ്രഷനിലോട്ട് പോകണ പോലൊരു വൈബ് അടിച്ചപ്പോൾ ഞാൻ പിന്നെ കുറേ സംസാരിക്കും, ഇത് കുഴപ്പമില്ല പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സമാധാനം. പക്ഷേ ഈ പറഞ്ഞ പോലെ അവൻ്റെ ആ ഓവർ തിങ്കിങ് ആണ് അവനെ സത്യം പറഞ്ഞാൽ ഇത്ര നശിപ്പിക്കുന്നത്. കാരണം നമ്മൾ ശരിക്കും ഈ ഞാൻ പറഞ്ഞ മറ്റേ കാര്യമില്ലേ, ആദ്യം പറഞ്ഞ പോയിന്റ്, അതായത് നമ്മൾ ഈ നടക്കാത്ത നെഗറ്റീവ് സാധനങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് വേറെ ഒന്നും എന്ത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. അവിടെ നമ്മൾ ഈ നെഗറ്റീവ് സാധനങ്ങൾ തന്നെ ചിന്തിച്ച് അതിൻ്റെ ബാഡടിച്ച് അപ്പോൾ നമ്മൾ ബാഡിലോട്ട് എങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആകെ പോകുമായിരുന്നു. കാരണം എനിക്കും ഉണ്ടായിരുന്നു, ഞാൻ കുറേ കാലം നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല, നമ്മളിത് ചെയ്താൽ ശരിയാവില്ലെന്ന് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം നമ്മൾ തമാശയാണ് എഴുതാതിരിക്കുന്നത്, നമ്മുടെ മൂഡ് ഓക്കെ അല്ലെങ്കിൽ നമുക്കിത് പറ്റൂല എന്നുള്ള സാധനമുണ്ട്. അപ്പം നമ്മൾ ഫുൾ ടൈം ചിന്തിക്കുന്നത് ബാഡ് സാധനങ്ങളാണ്. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി മൊത്തത്തിൽ ആ ബാഡ് വൈബിലായിപ്പോവും. അപ്പോൾ നമ്മൾ ലെസ് പ്രൊഡക്റ്റീവ് ആവും, നമ്മളത് വല്ലാണ്ട് ബാധിക്കും എന്നുള്ളൊരു സാധനം. ഇപ്പം മാധവൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ലാസിക് ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു ലൂപ്പാണ് മാധവൻ പറഞ്ഞത്. പക്ഷെ അവിടെ ആളിപ്പോൾ എന്തായി, പുള്ളി ഇതുപോലെ നമ്മളിപ്പോൾ സംസാരിച്ചൊക്കെ സെറ്റ് ആവുന്നുണ്ട്. ഇപ്പം അവൻ വേറെ ഒരു ജോലിക്ക് കയറി. അവിടെയാണ് ആ ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇവൻ ഈ ചിന്തിക്കുന്നതിനെ കുറിച്ച് മഹാദേവന്റെ അടുത്ത് പറയുന്നു. നേരെ മറിച്ച് അവൻ ഒരാളോട് ഷെയർ ചെയ്യാതെ അവന്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ ഡിപ്രസീവ് എപ്പിസോഡിലോട്ട് പോകുന്നത്, അല്ലേ? ഇതിനകത്ത് രാത്രി കിടന്നൊക്കെ ചിന്തിക്കുന്നത് ഓവർ തിങ്കേഴ്സിന് ഭയങ്കര ദോഷം ചെയ്യും. അതായത് നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പം നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലേ? എന്നാലും രാത്രി എന്ന് വെച്ചാൽ നമുക്ക് ഇനി അങ്ങോട്ട് ഫുൾ ഫ്രീയാ. അപ്പോൾ ഒരാൾ ഇരുന്ന് ഇത് ഓവർ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വരെ നമുക്ക് ഓവർ തിങ്ക് ചെയ്യാം, പിന്നെ ഉറക്കം വരത്തില്ല. അന്ന് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോക്കസ് ഡിസ്ട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടൊരു വേറൊരു ഡിസ്ട്രാക്ഷൻ കിട്ടി അങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഉറക്കത്തിലേക്കാണ്. ബ്രെയിൻ ഡിസ്ട്രാക്ഷൻ കൂടെ ബ്രെയിൻ ആക്റ്റീവായിട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ ആ വഴിക്ക് അങ്ങ് പോകും. അപ്പോൾ രാത്രി ഒന്നും ഒരിക്കലും ഓവർ തിങ്കേഴ്സ് ചിന്തിക്കുക. രാത്രിയാണ് പക്ഷേ ഓവർ തിങ്കിങ് ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ചിലപ്പോൾ വന്നിട്ട് ഒരു 2 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ എനിക്കത് പറ്റാറുണ്ട്. ഒരു 2 മണിക്കൊക്കെ നമ്മളിപ്പോൾ ചെറുതായിട്ടൊരു ഉറക്കം വന്നു, ഉറങ്ങുമായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ കിടക്കും. കിടന്ന ആദ്യം തൊട്ട് അങ്ങനല്ലേ സാധാരണ പ്രോസസ്സ്.
അല്ല ഇപ്പൊ എന്റെ കേസിലൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ഞാൻ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഷട്ട് ഡൗൺ ആയി തുടങ്ങും പയ്യെ. ആണല്ലേ? നല്ല ടയർഡായിട്ട് വന്നാണെങ്കിൽ നല്ല tired tired ആയിട്ട് ആയിട്ട് നമ്മൾ അറിയില്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ വീട്ടിൽ പോയാൽ ചിലപ്പോൾ ഒരു 2-3 ദിവസങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ കളിച്ചാലും ഉറക്കം ശരിയാവാറില്ല. അല്ലെ രാവിലെ നേരത്തെ എഴുന്നേക്കും, എന്തെങ്കിലുമൊക്കെ പരിപാടിയില്ലേ. എന്തുകൊണ്ടാ മറ്റേത് പിടിക്കുന്നത് എങ്ങനെ കളിച്ചാലും ഉറങ്ങിയത് ഏത് കളിയിലാണ് ഉറക്കം ശരിയാ? അയ്യേ, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പം ഇപ്പോഴാണ് കത്തി. ഇല്ല, നേരത്തെ എന്നെ കളിയാക്കിയത് ഞാൻ തിരിച്ചടിച്ച. അപ്പോൾ അത് നമ്മൾ ഷൂട്ടിന് മുന്നേ അതുകൊണ്ട് അപ്പോൾ എൻ്റെ ചില തമാശകൾ 2 ദിവസം കഴിഞ്ഞ് സിക്കയ്ക്ക് മനസ്സിലാവാറുള്ളതെന്ന് പറഞ്ഞു. അപ്പം എന്നെ പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഈ 2-3 ദിവസങ്ങളിൽ ഭയങ്കര ഉറക്കമായിരിക്കും. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വല്ലാണ്ട് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്ത ദിവസങ്ങൾ തൊട്ട് വലുതായിട്ട് ഉറക്കം വരത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ വെളുപ്പിൻ്റെ രാവിലെ വരെ ഇരിക്കുന്നത്, 5 മണി 6 മണി വരെയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനത് ചെയ്യുന്നത് സിക്ക പറഞ്ഞ പോലെ രാത്രി കിടന്ന് ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ 5 മണി 6 മണിയാകുമ്പോൾ ഉറക്കം വരുമ്പോൾ കിടക്കാം എന്നൊരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ വെറുതെ എനിക്ക് ഒരു പണിയില്ലാതെ എന്നാൽ ഇനി ഒന്നും ചെയ്യല്ല കിടന്നേക്കാം എന്ന് വെച്ചാൽ ഞാൻ ഈ 5 വരെ വെറുതെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ചിന്തിക്കുമ്പോൾ ചിലപ്പം നമ്മൾ ഭാവി ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. എവിടെ വെച്ചോ ഇത് ഡൈവേർട്ടായി വിഷയത്തിൽ ഡാർക്ക് കയറും. അപ്പോൾ നമുക്ക് തോന്നും ഇതിൽ എനിക്ക് ഈ ഒരു പണി കിട്ടും, അല്ലെങ്കിൽ ഇവിടെ ഇത് തെറ്റായിട്ടില്ല, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അയ്യോ ഇതൊക്കെ എന്ത് ചെയ്യും. ഇത്രയും നമ്മൾ ചിലപ്പോൾ ചെയ്യുമ്പം ലൈഫ് ഭയങ്കര കൂളാണ്, രസമാണ്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളൊരു മുന്നോട്ടൊരു 3 വർഷം കഴിയുമ്പം അല്ലെങ്കിൽ 4 വർഷം 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ടെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ എൻ്റെ ചിന്തകൾ കിടക്കുന്നത്. അതായത് എനിക്കിപ്പോൾ ഒരു ഇത്ര രീതി ഇപ്പോൾ നമ്മൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുക. നമ്മളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ കാണും. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ അപ്പുറത്തെ സ്കെയിലോട്ട് കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ. ഇനിയിപ്പോൾ നമ്മളൊരു ലോട്ടറി അടിക്കാണ്ട് ഒരു 25 ലക്ഷം രൂപ കിട്ടിയാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിൽ 10 രൂപ ഉള്ള ഈശ്വര ഇതൊക്കെ എന്നെ ചെയ്യും. അപ്പോഴാണ് നമുക്കിതൊക്കെ ആവശ്യമായിട്ട് തരണം. പക്ഷെ എനിക്ക് ഞാനിത് പറയണം എന്നുള്ള വിഷയം ആലോചിച്ചപ്പോഴും തോന്നി ഇപ്പം ഞാൻ ബെറ്റർ ആയിട്ടുള്ളതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കൂട്ടുകാരൻ വന്ന് അവൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്ത് തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കണേ. അവൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് നമ്മുടെ ഇത് മനസ്സിലാവണം. നമുക്കും ഞാൻ അവനെ ആശ്വസിക്കുന്ന അങ്ങനെ എനിക്കും ഇത് ഉണ്ടാവാറുണ്ട്, ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മളങ്ങനെ ചിന്തിച്ചാൽ പറ്റില്ല, കാരണം ഞാൻ മാറും. എനിക്കത് ഞാൻ ഉറങ്ങിയിരുന്നിട്ടാണ് സെറ്റാവും. ഞാൻ ഉറങ്ങുമ്പോൾ അത്ര നേരം ടെൻഷൻ അടിച്ചിട്ട് ചിലപ്പോൾ ഞാൻ നിർത്തും, കോപ്പ് ചിന്തിക്കാനുള്ള എന്നൊക്കെ ഞാൻ എങ്ങനെയോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് വട്ടാണോന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് ചിന്തിച്ചിട്ട് ഉറങ്ങി എഴുന്നേറ്റ് ഓക്കെയാണ്, കുഴപ്പമില്ല, അങ്ങനെ വിടും. ഞാൻ ഈ പറഞ്ഞ ആ നെഗറ്റീവ് സാധനം ഇപ്പോൾ ഇവൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും രാത്രിയിൽ നെഗറ്റീവ് സാധനങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ എല്ലാം നെഗറ്റീവായിട്ടേ തോന്നുന്നു. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്ക് ചില പേരിൽ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ നമ്മളിന്ന് ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പണ്ട് ഞാൻ ഒന്നുമില്ലായിരുന്ന കാലത്ത് രാത്രി കിടക്കുമ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മൊത്തം നല്ല കാലങ്ങളെ പറ്റിയായിരുന്നു. അപ്പോഴാണ് ഈ ആൾക്കാർ പറയല്ലോ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടൂ, അല്ലെങ്കിൽ നമ്മൾ മറ്റേ പൗലോ പറയണോ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത്രയും കാര്യങ്ങൾ അല്ല നമ്മുടെ യൂണിവേഴ്സ് മൊത്തം നിൽക്കും എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അന്ന് ഒരു പ്രതീക്ഷ ഇല്ലാഞ്ഞപ്പോഴും എൻ്റെ ഈ നെഗറ്റീവ് തോട്ട്സ് എൻ്റെ തലയിലില്ലായിരുന്നു. അപ്പം ഞാൻ വെറുതെ രാത്രി എൻ്റെ ആ സമയത്ത് ഓവർ തിങ്കിങ് മൊത്തം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്യണത് അവിടെ ആ നല്ല കാലങ്ങൾ മൊത്തമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്ര ആകുമ്പം അന്നൊരു പ്രതീക്ഷയുണ്ട്, എനിക്ക് എന്നെ ഒരു പ്രതീക്ഷയുണ്ട്, ഞാൻ ഇത്ര ആകുമ്പോൾ രക്ഷപ്പെടും. അപ്പോൾ ആ രക്ഷപ്പെടുമ്പോൾ ഉള്ള ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ അത് ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പതുക്കെ നമ്മൾ പറയാറില്ലേ, ഞാൻ ഇതൊക്കെ നമ്മൾ ഇത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചിലെ ഒക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നതൊക്കെ സ്വപ്നം കാണും. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് എൻ്റെ കാര്യങ്ങൾ അതെങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര കാര്യമായിട്ട് തള്ളണത് ഇരുന്ന് സ്വപ്നം കാണുമായിരുന്നു. കാരണം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കാണും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഇരുന്നൊരു ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ള സിക്കൊക്കെ അതുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പക്ഷെ ഞാൻ മറ്റേ തിയറി വിശ്വസിച്ചിട്ടും ഇല്ല. ഇത് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൗലോ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. വെറുതെ ഇത് ഏതൊക്കെ അവന് കിട്ടും നല്ല. പക്ഷെ അത് കിട്ടിയപ്പോൾ എനിക്ക് ഈശ്വരൻ ഇത് ശരിയാണോ, കാരണം ഞാൻ അപ്പം മൊത്തം ചിന്തിച്ചുകൊണ്ടിരുന്നത് പോസിറ്റീവ് സാധനങ്ങളാണ്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം പേടിയാണ്, ഭാവി എന്താവും. നമ്മളിപ്പോൾ കരിയറിലാണ്, സ്റ്റാൻഡപ്പ് തന്നെ എവിടെ കിടക്കണേ നമുക്കറിയാം. സ്റ്റാൻഡപ്പ് കേരള അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ, സ്റ്റാൻഡപ്പ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ. അതുപോലെ ആയിട്ടില്ലല്ലോ.
അപ്പം നമ്മളതിലേക്ക് ഇപ്പം നമ്മൾ ശരിയായ ഇതിലാണോ പോണേ, അങ്ങനെയുള്ള പല രീതിയിലും ചിന്തിച്ചാൽ നമുക്കും ടെൻഷൻ അടിക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഒരു ഫാന്റസി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഞാനിപ്പോൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ പണ്ട് നല്ല കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷത്തോടെ ഇരുന്നു. അപ്പോൾ ജീവിതത്തിൽ എല്ലാം സന്തോഷത്തോടാണ് വന്നുകൊണ്ടിരുന്നത്. വെറുതെ ഇപ്പം നെഗറ്റീവ് അടിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത്. വീണ്ടും അതെ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ കുറേ നാളായിട്ട് എന്നെ ട്രെയിൻ ചെയ്ത് ഞാനിപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതിന്റെ ഒരു വ്യത്യാസം ശരിക്കും കാണാണ്ട് കേട്ടോ. ഇപ്പൊ കാണുമ്പോ തന്നെ മുഖത്ത് ഭയങ്കര ഒരു തുടുപ്പൊക്കെ വന്നിട്ട് ഇന്ന് റിൻസ് ഇരുന്ന പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് കമന്റ് മറ്റു ഡിസ്കസ് ചെയ്യാം. എനിക്ക് എന്നെ അത് ബാധിക്കുള്ളൂ. ഇപ്പോൾ ഞാനത് വെറുതെ വായിച്ച്, എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടന്റ് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ നല്ലത് പറയുമ്പോഴുള്ള സന്തോഷത്തിലാണല്ലോ നമുക്ക് അടുത്ത് ചെയ്യാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഈയിടെ ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴേക്ക് വന്നിട്ട് ആൾക്കാർ മറ്റേ പഴയ പോലെ വന്നു, ആൾക്കാർ ഇത്രയും കാലം പഴയ പോലെ ഇല്ല, പഴയ പോലെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നത് എന്തിങ്ങനെ പറയുന്നത്. പക്ഷേ ഇപ്പം ശരിക്കും ഒരു സാധനം ചെയ്തപ്പോൾ ആൾക്കാരത് പറഞ്ഞപ്പം എനിക്കിപ്പോൾ ശരിയാ, ഇനിയിപ്പോൾ ധൈര്യമായിട്ട് കണ്ടന്റ് ചെയ്യാനുള്ളൊരു ധൈര്യം വന്നു. അപ്പം ഞാൻ ആ പോസിറ്റീവ് സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ എടുക്കണുള്ളൂ. അപ്പോൾ ആ ചിന്തകൾ നമ്മളെ ഓവർ തിങ്കിങ് ചെയ്യാം. ഓവർ തിങ്കിങ്ങിന് ശരിക്കും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. പോസിറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്യണത് ഭയങ്കര നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇത് തന്നെയാണ് ആൾക്കാർ വേറെ രീതി നമ്മളിങ്ങനെയാണ് എന്താ അട്രാക്റ്റിംഗ് ഇത് നമ്മളൊരു സാധനം നമ്മളതിനെ വിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ച് അതിലേക്ക് എത്തുക എന്ന് പറഞ്ഞൊരു ടേം പറയും ഇംഗ്ലീഷ്. ഞാൻ നമ്മളൊരു സാധനം, ഫ്യൂച്ചറിലൊരു സാധനം നമ്മൾ ചിന്തിച്ച് അതിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മളീ പറയുന്ന ഒരു പ്രോപ്പർ ടേം പറഞ്ഞ് ഞാൻ മറന്നുപോയത്. അപ്പം ഈ ഓവർ തിങ്കിങ് രണ്ട് വശങ്ങളിൽ, ഒരു വശം ഇതാണ് ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, പിന്നെ അങ്ങനെ കിട്ടാം, അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഓവർ തിങ്കിങ്. വേറെ ഓവർ തിങ്കിങ് അത് നോർമൽ തിങ്കിങ് ആണ് നിങ്ങൾ പറഞ്ഞത്. അതായത് അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. നോർമൽ തിങ്കിങ്ങിന്റെ അപ്പുറത്തേക്ക് ഓവർ തിങ്ക് ചെയ്യും ആൾക്കാർ. അത് ഇവൻ പറഞ്ഞ ഈ ലെവലിലാണെങ്കിൽ ഇത് പോസിറ്റീവാണ്. ഇതിന്റെ നെഗറ്റീവ് വശം ഇപ്പുറത്താണ്. ശരിക്കും പാസ്റ്റിനെ പറ്റിയുള്ള ഓവർ തിങ്ക് ആണല്ലോ. പക്ഷേ എനിക്കത് അങ്ങനെ ചെയ്യാമായിരുന്നു, ഞാൻ അത് അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പം ഇതിങ്ങനെ വന്നേനെ, അങ്ങനെ ഉണ്ട് എനിക്കിത് ഇപ്പം അങ്ങനെ ചെയ്യാൻ, ഞാനത് അപ്പം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ ലൂപ്പിൽ കുടുങ്ങി കിടക്കുമല്ലോ. പാസ്റ്റിന്റെ ലൂപ്പിൽ ഓവർ തിങ്ക് ചെയ്ത് കുടുങ്ങി കിടക്കുന്നത് ഭയങ്കര അത് കാര്യമില്ല. നമുക്കറിയാം കഴിഞ്ഞ ഒരു ലെസൺ എടുത്തിട്ട് അതോടെ അത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ആ ലൂപ്പിൽ കിടന്ന് നമ്മൾ ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഓവർ തിങ്കേഴ്സ് ഒരു പ്രശ്നമാകുന്ന വെച്ചാൽ ഇവർ സ്ഥിരം ഈ ലൂപ്പ് ഓടിക്കും. അതായത് റെഗുലർലി എന്നും രാത്രി ഇറക്കാൻ നേരത്ത് ഞാനാണെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോകണ്ടായിരുന്നു, ഞാൻ എഞ്ചിനീയറിംഗിന് പോകാതെ ഞാൻ മറ്റേതിന് പോയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തിന് നമ്മൾ വീണ്ടും എത്ര ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യം. പക്ഷേ അതേസമയം നമ്മൾ തിരിച്ച് ഞാൻ എന്തായാലും അടുത്ത വർഷം ഇത് ചെയ്യും എന്നൊരാൾ ഓവർ തിങ്ക് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പം അയാൾക്ക് പ്രയോജനം ചെയ്യും, ചിലപ്പം ഹാപ്പൻ ചെയ്യും അയാൾക്കത്. അപ്പം അതൊരു നല്ല സാധനം. ഫ്യൂച്ചറിന്റെ ഓവർ തിങ്കിങ് അവിടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് എന്തെങ്കിലും നമുക്ക് അന്നൊരു പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഒരു ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ഉണ്ട്, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഓവർ തിങ്കേഴ്സിന്റെ കേസിൽ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അത് പാസ്റ്റിലായാലും നല്ലതാണ്. ഓക്കെ, അത് റാഷണൽ തിങ്കിങ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഈ റാഷണൽ തിങ്കിങ്ങിന്റെ കേസല്ല, നമ്മൾ പ്ലാനിങ്ങോ റാഷണൽ തിങ്കിങ്ങോ അല്ല. ഓവർ തിങ്കേഴ്സിന്റെ കേസിൽ ഈ തിങ്കിങ്ങിന്റെ പ്രോസസ് നമ്മൾ ഈ പറയുന്ന പോലെ ആയിരിക്കത്തില്ല. ചിലപ്പം നമ്മൾ തമാശയ്ക്ക് പറയുന്നതിന്റെ മുകളിലായിരിക്കും, ചിലപ്പം എക്സാജറേറ്റഡ് വെർഷനിൽ തന്നെ ആയിരിക്കും ഓവർ തിങ്കേഴ്സിന്റെ തിങ്കിങ് എന്ന് പറയുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷം വരാറുണ്ടോ? വെറുതെ ഇരിക്കുമ്പോൾ വെച്ചാൽ ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റി ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഞാൻ മുമ്പേ പറഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഞാനിപ്പോൾ 30ാമത്തെ വയസ്സ് ഇത് ചെയ്യും, 35 ഞാൻ ഇത് അച്ചീവ് ചെയ്യും, അങ്ങനല്ല ഞാൻ ഓവർ തിങ്ക് ചെയ്യാറ്. വെറുതെ ഞാൻ ചിന്തിക്കും, എനിക്കിപ്പോൾ ഒരു ഡ്രീം കാർ ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ അത് മേടിക്കണത് ഇങ്ങനെ ചുമ്മാ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ ആയിരിക്കും മേടിക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും മേടിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ ഞാൻ മേടിക്കണേ, അല്ലെങ്കിൽ ഞാൻ അത് മേടിക്കണ മൊമെൻറ്റ് ഞാൻ അങ്ങനെയാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ 35ാമത്തെ വയസ്സിൽ ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്നല്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്, ആ ലൈഫിനെ പറ്റി ഞാൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഞാൻ ആ ഒരു സ്ഥാനത്ത് പ്ലാനിങ് പരിപാടികളോ ഒന്നുമില്ല. കാരണം നാളെ എനിക്ക് അറിയാം ചിലപ്പോൾ അതിനെതിരായിട്ട് എന്ത് വേണം സംഭവിക്കാം. അതൊരു സൈഡിലൊരു സാധനമുണ്ട്. കാരണം അത് ഇട്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ ഡെസ്പടിക്കും, ഓവറായിട്ട് ഡെസ്പടിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം വെറുതെ പ്ലാൻ ചെയ്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ചില കാര്യങ്ങളൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാര്യം പൃഥ്വിരാജല്ലോ. അതെ. വെറുതെ ചുമ്മാ രസത്തിന് വേണ്ടി ഒരു സാധനങ്ങൾ ചിന്തിച്ച് സുഖമായി വെറുതെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന രസമെന്ന് പറഞ്ഞ് ഞാൻ പറയാൻ കാര്യം. അതിന് മുന്നേ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ സന്തോഷം വന്നു. നമ്മളങ്ങനെ ചുമ്മാ ഇങ്ങനെ പോസിറ്റീവുള്ള കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ മനസ്സിനിങ്ങനെ സന്തോഷം കൊടുത്തിരിക്കുകയെന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ നാച്ചുറലി നമുക്ക് ആ ഒരു ഹാപ്പിനെസ് എവിടുന്ന് കാണും.
അപ്പോൾ വെറുതെ എനിക്ക് തോന്നും ഇന്നൊരു നല്ല ദിവസമാണ്, എന്തോ ഒരു രസമുണ്ട്. കാരണം നമ്മൾ രാത്രി നമ്മുടെ ചിന്തകൾ മൊത്തം നല്ലതായിരുന്നു, രാവിലെ എഴുന്നേക്കുമ്പോൾ അതിൻ്റെ എന്തൊക്കെയോ ലെഫ്റ്റ് ഓവറുകൾ കാണും, അതിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിച്ചെഴുന്നേക്കണേ. അത് കഴിഞ്ഞാൽ എനിക്ക് പോയി വീട്ടുകാരോട് ഇരിക്കുമ്പോഴോ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ചിലപ്പോൾ അച്ഛനും അമ്മയും ചിലപ്പോൾ കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവിടെ കൊച്ചിനെ കുളിപ്പിക്കുമ്പോൾ അമ്മയും ചേച്ചിയുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനും കാണും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ സ്പേസ് നമ്മളെല്ലാവരും ഉണ്ട്, ഭയങ്കര വേറെന്തോ ഒരു, അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഹാപ്പിനെസ് വരും, എന്തൊരു രസമുള്ള മൊമെൻ്റ്. ചിലപ്പം നമ്മൾ ഈ ഡാർക്ക് അടിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകില്ല, എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ലൈഫിനെ തിങ്കിങ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ശരിക്കും ഇത് ഓവർ തിങ്കിങ് ഒന്നുമല്ല, ഇത് ഈ പറഞ്ഞ ആ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റും നമ്മുടെ പോസിറ്റീവ് ചിന്താഗതിയും നമുക്ക് ശരിക്കും മുന്നോട്ട് നമ്മുടെ ലൈഫിന് അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ ശരിക്കും മാറ്റിക്കൊണ്ടിരിക്കും. എപ്പോഴും അത് ജനറൽ ഇത് നമ്മൾ ഇങ്ങനെ ഈ ഡിസ്കഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇതൊക്കെ നമ്മുടെ മാത്രം അല്ലെങ്കിൽ സാധാരണക്കാരുടെ മാത്രം പ്രശ്നങ്ങളാണ്. പക്ഷെ അല്ല, എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഇങ്ങനത്തെ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി, പുള്ളി 2014 ഇംഗ്ലണ്ട് ടൂറിൻ്റെ സമയത്ത് പുള്ളി ഫോം ഡൗൺ ആയിരുന്നു. എത്രയും കണ്ട് 10 ഇന്നിങ്സ് 134 റണ്ണം കണ്ട്. അപ്പോൾ നോട്ട് ജസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റിൽ പുള്ളിക്കാരൻ പറഞ്ഞതാണത്. പുള്ളിക്കാരൻ തോന്നിപ്പോയി പുള്ളിക്കാരൻ ഈ ലോകത്തിൽ പുള്ളി ഒറ്റയ്ക്കാണെന്ന്. പുള്ളി ആ ടീമിൻ്റെ കൂടെയാണ്, പുള്ളിയുടെ ബോയ്സിൻ്റെ കൂടെയാണ്. പക്ഷേ എന്നിട്ട് പുള്ളി അങ്ങനെ ഒരു മെൻ്റൽ സ്റ്റേറ്റിലായിരുന്നു പുള്ളി. കഴിഞ്ഞ ദിവസം നസ്രിയ നസീം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അല്ലല്ല, നീ ഡൈവേഴ്സ് പറഞ്ഞപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ തെറി വിളിക്കും, ഓവർ തിങ്ക് ചെയ്യുക. അല്ല, ആ പുള്ളിക്കാരി ഇതുപോലെ പുള്ളിക്കാരുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര വീക്കാണ്. കുറച്ച് കാലമായിട്ട് അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാനുള്ള, ഈ പറഞ്ഞ പോലെ കോൾസ് എടുക്കാൻ പറ്റാനുള്ള, സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. ഈയിടെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയായിരുന്നു സൂക്ഷ്മദർശിനിയുടെ അഭിനയത്തിന്. അതിന് സന്തോഷമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം ശക്തമായിട്ട് തിരിച്ച് വരുന്നു പ്രതീക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു നോട്ട് എഴുതിയിട്ടേക്കണ പോകണം. ഞാനും ഫസ്റ്റ് കണ്ടപ്പോൾ നിർത്തി ഇവർക്കൊക്കെ എന്ത് പ്രശ്നമാണ് അല്ലേ അങ്ങനെ വിചാരിച്ചു. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കണത് ഈ പറഞ്ഞ പോലെ കാശും ലക്ഷറി ലൈഫും, പുള്ളിക്കാരിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കാണില്ല എന്നുള്ളൊരു പോയിന്റിലാണ് നമുക്ക് അതാണല്ലോ മെയിൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ചിന്തിക്കുന്നത്. അപ്പം ഞാനടുത്ത് ഇവർക്ക് എന്താണ് പ്രശ്നം, ഇവർക്ക് ഹാപ്പി ആകാനുള്ള എല്ലാ റിസോഴ്സസും ഉണ്ടല്ലോ, ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ളത്. ആൾക്ക് വേണമെങ്കിൽ അവർക്കൊരു ഓൾ ഇന്ത്യ അടിക്കുക, അല്ലേ ഓൾ ഇന്ത്യ അല്ലോ മറ്റേ വേൾഡ് ടൂറൊക്കെ പോകാമല്ലോ. എന്നുവെച്ചാൽ ഇതിൽ നിന്നൊക്കെ എസ്കേപ്പ് അടിക്കാനുള്ള ഓപ്ഷൻസ് കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഓരോ ലെവൽ പ്രശ്നങ്ങളാണ്. അതെ, എസ്കേപ്പിംഗ് ഒരു പ്രശ്നത്തിന് പരിഹാരമല്ലല്ലോ നമ്മൾ ഈ പറയുന്ന. അതായത് ഇപ്പൊ നാട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മാറി, പ്രശ്നം നാട്ടിലല്ലോ. ആൾക്ക് കോൺഫ്ലിക്ട്സിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ പോയാലും അവിടെ കൊണ്ടാണല്ലോ പോകുന്നത്. ചെറിയ സറൗണ്ടിങ് ചേഞ്ചസ്, ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം, പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ലെവലിൽ, അതായത് ഒരു മാനസിക പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമാണെന്നൊക്കെ വിചാരിക്കുന്ന ലെവലിൽ. ഇത് നമുക്കറിയാം, ഇന്ന് നമ്മൾ ഇവിടെ പോയി അല്ലെങ്കിൽ പോയി നമുക്ക് പുറത്തേക്ക് ഒരാൾ നമ്മൾ വഴക്ക് പറഞ്ഞു, അപ്പോൾ അയാളുടെ ഇതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു, നമ്മൾ അയാളെ കാണുന്നില്ല, നമ്മൾ ചിലപ്പോൾ കുറച്ച് ഹാപ്പി ആയിരിക്കും. പക്ഷെ അതല്ല നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മൾ മാറി നിന്ന് ആ എസ്കേപ്പിംഗ് വർക്ക് ആവുമെന്ന് തോന്നുന്നില്ല അവർക്ക്. അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ പ്രശ്നം സോൾവ് ആകാത്ത റീസൺ വന്നതാണ്. കാരണം അവരുടെ പ്രശ്നം ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടൊന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. വേറെ കുറേയൊക്കെ കാര്യങ്ങൾ എസ്കേപ്പിംഗ് കുറച്ചുകൂടെ, അതായത് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, എല്ലാത്തിൽ നിന്നും മാറി കുറച്ചാൾ നിന്ന് വേറെ കുറച്ച് ശരിക്കും പറഞ്ഞത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ആ ഇരിക്കുന്ന സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്താണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ ഹെൽപ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു റിലാക്സേഷൻ മൈൻഡ് കിട്ടുമായിരിക്കാം. ഇപ്പോൾ നേരത്തെ വിരാട് കോഹ്ലിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ വേറെ അതുപോലെ വേൾഡ് കപ്പ് ജയിച്ച് കോപ്പ അമേരിക്ക ജയിച്ച എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ അർജന്റീനയുടെ, പുള്ളിക്കാരൻ്റെ ഒരു സേവ് ഉണ്ടായിരുന്നു 2022 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ. അതായത് എക്സ്ട്രാ ടൈമിൻ്റെ ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ വെച്ചിട്ട് കോലോമുവാനി എന്ന് പറഞ്ഞ ഫ്രാൻസിൻ്റെ പ്ലെയർ എടുത്ത ഷോട്ട് പുള്ളി സേവ് ചെയ്തിട്ടാണ് ഇത് പെനൽറ്റീസിലോട്ട് പോകുന്നത്. ഇപ്പോൾ എന്നിട്ട് ഇവർ കപ്പടിച്ചു, അത് കഴിഞ്ഞിട്ട് ഇവർ കോപ്പ അമേരിക്ക അടിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിലോ പോഡ്കാസ്റ്റിലോ എവിടെയാണ് പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ടല്ല, പക്ഷേ പുള്ളി പറഞ്ഞതാണ് പുള്ളിക്കാരനെ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് 3 മാസം പുള്ളിക്കാരൻ ഉറങ്ങിയിട്ടില്ല, ഇൻസോംനിയ ആയിരുന്നു പുള്ളിക്ക്. പുള്ളി ചിന്തിച്ചിരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോട്ട് സേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്നാലോചിച്ച് പുള്ളിക്കാരൻ്റെ ഉറക്കം കളഞ്ഞിട്ടുണ്ടെന്ന്. അത് ചെയ്യരുതെന്നാണ് അത് ശരിക്കും ഓവർതിങ്കിങ് ഏറ്റവും മോശം. ഹാപ്പൻ ചെയ്തത് പോസിറ്റീവ് കാര്യമാണ്. പക്ഷെ മറ്റേത് നമ്മള് വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോയൊരു കേസ് ആണെങ്കിൽ പോലും ആൾക്കാർ ചിന്തിക്കരുത്, പക്ഷെ ഞാനത് അങ്ങനെ പിടിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെ ചാടിയാൽ മതിയായിരുന്നു. ഇതങ്ങനല്ല, പുള്ളി സേവ് ചെയ്തതിനെ പറ്റി കഴിഞ്ഞിട്ട് അത് വല്ലാത്ത നെഗറ്റീവ് ഇതാണ് ഓരോ ലെവലിൽ നമ്മൾ അറിയാത്ത രീതിയിൽ ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറ്റി പറഞ്ഞപ്പോ ഈവൻ
മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രമുഖനായ അനീജ് പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയർ എന്നുള്ള സാധനത്തിന് വ്യത്യസ്തമായ ഓ മൈ ഗോഡ്, അല്ലെ അദ്ദേഹം പറഞ്ഞത് ഓവർ തിങ്കിങ് വെച്ചാൽ ഫിയർ ഓഫ് ഫെയിലിയർ എന്നാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ആള് സക്സസ് ആയി, ആള് സേവ് ചെയ്ത് അതിനെതിരായിട്ടൊരു പോയില്ലല്ലേ. സേവ് ചെയ്ത ഒരാള് ഓവർ തിങ്ക് ചെയ്യാന്ന് വെച്ചാൽ വാട്ട് ഈസ് ഓവർ തിങ്ക്, അത് നമ്മൾ വീണ്ടും ചർച്ച കിടക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. എനിക്ക് ജോൺ ഉള്ളപ്പോൾ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫിയർ ഓഫ് ഫെയിലിയർ അല്ലേ. എല്ലാ പ്രമുഖരാൾക്കാർ നീ പറഞ്ഞ എനിക്കൊന്ന് നമ്മൾ പറയുന്ന സയന്റിസ്റ്റ് ഫിലോസഫേഴ്സ് ഒക്കെ പ്രമുഖരായിട്ട് ആൾക്കാരൊക്കെ മിക്കവാറും ഓവർ തിങ്കേഴ്സ് ആയിരിക്കും. ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എസ്പെഷ്യലി. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കണ്ടുപിടിക്കാൻ. വേറെ സാധനം പറയട്ടെ, അർജുനൻ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് വന്നപ്പോ പുള്ളിക്കാരൻ നോക്കുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആരാ? ബന്ധുക്കളാ. നോക്കുമ്പോ പുള്ളിക്കാരൻ ബാറ്ററി പേ ചെയ്യാൻ തുടങ്ങി. ഓവർ തിങ്ക് അടിച്ച് അപ്പൊ കൃഷ്ണൻ തെറപ്പി കൊടുത്തു തുടങ്ങി. ശരിക്കും ഗീത തെറപ്പിയാണല്ലോ. നീ ഡിസ്ക് ഇട്ടൊന്ന് കേട്ട് ഒരു മണിക്കൂർ തെറപ്പി സെഷൻ. പുള്ളി പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോടാ, എന്താണ് എനിക്ക് പറയാ, നിങ്ങള് പറഞ്ഞ പ്രശ്നം ഞാൻ ചിരിക്കാൻ പാടില്ല. അല്ല, അവിടെ പുള്ളി പറഞ്ഞ സാധനം ഉണ്ട്, കർമ്മണ്യേവാധികാരസ്ഥേ ആ ഒരു സാധനം എന്ന് പറഞ്ഞാല് ഡു യുവർ ഡ്യൂട്ടി, വേറൊന്നും ചിന്തിക്കണ്ട, കർമ്മം ചെയ്യുക. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇതിന് പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അല്ലേ, സൊല്യൂഷൻ ആയിട്ട് പറയാം. വെറുതെ ഭഗവത്ഗീത ഒരു തെറപ്പി സെഷൻ ആണ്. അർജുനനെ പുള്ളി പറഞ്ഞ് ട്രോമാസ് തെറപ്പി കണ്ടുപിടിച്ചത് നമ്മളാ, നമ്മളല്ലേ, ഇവരല്ലേ. നമ്മൾക്ക് തെറപ്പി ഇല്ലല്ലോ. ഈ പോകുന്ന പള്ളിയിൽ പോകുന്നത് എന്തിനാ? നിങ്ങള് ടെറപ്പികളല്ലേ. നമുക്ക് പേടിപ്പിക്കലേ ഉള്ളൂ. എന്താ പറയാ, എന്താ പറയാ, അല്ല ശരിക്കും നമ്മൾ പള്ളിയിൽ പോകുന്നത് എന്തിനാ? അതൊരു സോർട്ട് ഓഫ് തെറപ്പിയും കൂടെ, ഒരു എക്സസൈസ് ആണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്ന 5 മെഡിറ്റേഷന്റെ പിന്നെ അതുപോലെ അവിടെ ഇരുന്ന് ഒരു ഹയർ പവറിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അമ്പലത്തിൽ പോകുന്നത് അത് തന്നെയല്ലേ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അതെന്നൊക്കെ പറഞ്ഞ ഒരു ഫോം ഓഫ് തെറപ്പി തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. അല്ല, തെറപ്പിയിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുക, അതായത് നമ്മുടെ മനസ്സേകമാക്കി എങ്ങോട്ടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുക. അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മുടെ എന്താ പറയാ ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാൽ യോഗയും മെഡിറ്റേഷൻ ഒരു പർട്ടിക്കുലർ സ്പോട്ട് ഒക്കെ ഫിക്സ് ചെയ്യാനൊക്കെ ആൾക്കാർ പറയും. അത് ഭയങ്കര ബുദ്ധിമുട്ട് പരിപാടിയാണ്. പക്ഷെ വേറെ എനിക്ക് തോന്നുന്നു ഈ ദൈവത്തിനെ കാണാൻ പോകുമ്പോ, പക്ഷെ സൈഡ് സീറ്റിൽ ഇരുന്നാലും ശരിയാട്ടോ, ഇവിടെ അപ്ലിക്കേഷൻ കൊടുത്താൽ ചിലപ്പോൾ പരിപാടി നടക്കും എന്നുള്ളൊരു വിശ്വാസം, അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടീഷൻഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു തെറപ്പി ആയിട്ട് അത് വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞ ശീലമായതുകൊണ്ട് പിന്നെ പ്ലസന്റ് പ്ലേസസ് ആണ് ഇതൊക്കെ അത്യാവശ്യം. ഈ പറയുന്ന ഇപ്പൊ പള്ളിയാണെങ്കിലും അമ്പലമാണെങ്കിലും നമുക്ക് പുറത്തേക്ക് ഈ പറയുന്ന ആൾക്കാർ, ഇതിനായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ വെളിയിൽ നോക്കുമ്പോൾ ഇവര് മൈക്ക് വെച്ച് പുറത്തേക്ക് സൗണ്ട് കേൾപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഉള്ളിലൊരു പ്ലസന്റ് പ്ലേസ് ആണ്, ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. പക്ഷെ അമ്പലം കുറച്ചല്ല, അതെനിക്ക് അതിനകത്ത് ഇച്ചിരി എതിരെ അഭിപ്രായമാണ്. അമ്പലത്തിൽ മറ്റേ ഏറ്റവും കൂടുതൽ ഒട്ടിച്ച സ്റ്റിക്കറാണ് ശബ്ദം നാമജപത്തിന് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ നാമം ജപിക്കാൻ മാത്രമേ ഒച്ച ഉണ്ടാക്കാവുള്ളൂ, കാരണം ബാക്കി ആരും അല്ലാതെ സംസാരിക്കരുന്നുണ്ട്. എന്നിട്ട് ഇവന്മാരവിടെ മറ്റേ തെങ്ങിൻ്റെ കയ്യിൽ കോളാമ്പിയിലും പാട്ടിട്ടേക്കും, മറ്റേ പമ്പ വിളക്കിന് പപ്പടം കാച്ചാന്നൊക്കെ പറഞ്ഞ MG ശ്രീകുമാർ പാടിയ പാട്ടൊക്കെ ഫുൾ വോളിയത്തിൽ. അത് എന്നും ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും രാവിലെ 5:30 തൊട്ട് ഇത്ര മണി വരെ. ഞാൻ ടെമ്പിളിന്റെ അടുത്ത് താമസിച്ചിട്ടേ ഇല്ല. എന്റെ വീടിന് ചുറ്റും താമസിച്ചിട്ടുണ്ട്, പക്ഷെ ടെമ്പിളിന്റെ അടുത്ത് ഞാൻ താമസിച്ചിട്ടേ ഇല്ല. എന്റെ വീടിന് ചുറ്റും അമ്പലമാണ്. എന്റെ വീടിന് ചുറ്റും അമ്പലമാണ്. എന്റെ വീടിന് ചുറ്റും ഒരു 3-4 അമ്പലമുണ്ട്. 4 അമ്പലം ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. എല്ലാ ദിവസവും രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും ഇവര് തമ്മിൽ മത്സരമാണ്. ചില അമ്പലമൊക്കെ 5 മണിക്ക് ഇടും. നമ്മൾ പഠിക്കാനൊക്കെ രാവിലെ എഴുതിട്ട് കഴിഞ്ഞാൽ 4 സൈഡിൽ നിന്നും സൗണ്ട്. സത്യം പറഞ്ഞ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയല്ലേ, എന്തിനാണ്? അതിനകത്ത് എന്ത് ഭക്തിയുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അമ്പലത്തിൽ പോയാലൊരു സമാധാനമില്ല. എനിക്ക് പറയാലോ, ഞാൻ ഹിന്ദുവാണല്ലോ, ഞാൻ ഞാൻ പിന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രത്യേകിച്ചും IIT പോലുള്ള പുള്ളി എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് നമ്മളെന്തിനും അഭിപ്രായം അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാൻ താല്പര്യമില്ല. ഫ്രണ്ട്സ് ക്യാമറ നോക്കി പറഞ്ഞിട്ട് പൊക്കോളൂ. നമ്മളിതിലില്ല, കേട്ടാ മതി. നമുക്ക് എലൈറ്റ് കേൾക്കാല്ലേ. അല്ല, ജനറലി സ്റ്റുഡൻസിന്റെ ഇടയിൽ ആത്മഹത്യ അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ
കേരളത്തിൽ തന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ചരമകോളം നോക്കുമ്പോഴൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. കുട്ടികൾ ചിലപ്പോൾ പരീക്ഷ അടുപ്പിച്ചോ അല്ലെങ്കിൽ പരീക്ഷ റിസൾട്ട് വന്നിട്ടോ അങ്ങനെ മരിച്ച കേസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഓവർ തിങ്കിങ്ങിനപ്പുറത്തേക്ക് അത് ശരിക്കും ഒരു പ്രഷർ കൊണ്ട് കണ്ടീഷൻ ആണല്ലോ. അതായത് അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡിപ്രഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും എന്ന കേസായിരിക്കുന്നത്. ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അയാൾക്ക് ലൈഫ് മടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അയാൾ ഈ പറയുന്ന ഭയങ്കര ഇമ്പൾസീവ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എടുക്കണമെങ്കിൽ അത് നമ്മൾ പറഞ്ഞ മറ്റേ പോയിന്റ് കറക്റ്റ് വരടല്ലേ. കാരണം പഴയ കാര്യങ്ങളെ പറ്റി ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് ആത്മഹത്യയിലോട്ട് എത്തണത്. കാരണം അവര് ഈ പറഞ്ഞ കുറെ ഡിസിഷൻസ് എന്റെ തെറ്റായി പോയി, ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു അബദ്ധം പറ്റി എന്നുള്ള സാധനങ്ങളിലല്ലേ ആൾക്കാർ. പക്ഷെ ചിലര് ഇനി മുന്നോട്ടൊരു വഴി ഇല്ല എന്നുള്ള പ്രശ്നം, അങ്ങനെ വലിയ ട്രാപ്പിൽ വിടുന്ന കേസുകളുണ്ട്. അസുഖം അല്ലാതെ അങ്ങനെ ഒരു വിഷയം. മറ്റേത് അസുഖം, ഒന്നുകിൽ അസുഖം അല്ലെങ്കിൽ ഈ പറഞ്ഞ വഴിമുട്ടുക എന്നൊരു സിറ്റുവേഷൻസ്. അത് ഓവർ തിങ്കിങ് കൊണ്ടാവുമോ ഉണ്ടാവുന്നത്? അല്ല, പിന്നെ എന്താ വെച്ചാൽ നമ്മള് ശരിക്കും പറഞ്ഞ ഓരോ പോയിന്റിലും, അതായത് ലൈഫ് എടാ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ലൈഫ് സെറ്റ്, അതായത് 12 കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് 12 കഴിഞ്ഞാൽ ലൈഫ് സെറ്റ്, പിന്നെ പറയും 21 വയസ്സിലെ ലൈഫ് സെറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു റാറ്റ് റേസിൽ നമ്മൾ കണ്ടീഷൻ ഉണ്ടാ ചെറുപ്പം തൊട്ട് അതിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതാണ് വഴി. ഇത് ഞാൻ സിക്കായിട്ട് വരാറുണ്ട്. പണ്ട് അച്ഛൻ പറയായിരുന്നു നമ്മുടെ വീട്ടിൽ പിന്നെ മണ്ടാലും ആദ്യം ദാരിദ്ര്യം പറഞ്ഞെന്ന് പറയും. പക്ഷേ ഇതുപോലെ നമ്മളെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇതൊക്കെ എപ്പോൾ തീരും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അച്ഛനും നമ്മൾ പഠിക്കേണ്ട സമയത്ത് അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾ പഠിച്ചാൽ മതി, അതും ബാക്കി അതിൻ്റെ കാര്യങ്ങൾ വേറെ ടെൻഷൻ അടിക്കണ്ട എന്നുള്ള സാധനം പറയും. ആ കൂട്ടത്തിൽ നമ്മൾ ഈ ഒന്ന് സമാധാനിച്ചോട്ടെന്ന് ഓർത്തായിരിക്കും അച്ഛൻ പറയും നമ്മൾ 2015 ആകുമ്പോൾ നമ്മൾ ഫുൾ സെറ്റാവും എന്നുള്ളൊരു ഐഡിയ പറയും. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കാണാതെ ഇത് പറയൂല്ലോ. അപ്പോൾ 2012 ആയി കാണും. അപ്പോൾ അതൊക്കെ 2015 ആകുമ്പോൾ നമ്മൾക്ക് പണ്ട് 2015 ആണല്ലോ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മൾ 2018 ആകുമ്പോൾ എന്തായാലും സെറ്റാവും. ഇത് പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കൊച്ചിൽ തൊട്ടേ ഇങ്ങനെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുഴപ്പമില്ല, പിന്നെ വിറ്റ് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അനീസിക്ക നമ്മൾ 2022 ആകുമ്പോൾ നമ്മളെന്തായാലും സെറ്റാവും. അത് നമ്മൾ 2023 ആകുമ്പോൾ എന്തായാലും സെറ്റാവും. അപ്പോൾ ഞാൻ പറയും പണ്ട് ഇങ്ങനെ ഒരു പറയുന്ന ഒരാളുണ്ടായിരുന്നു അനീസിക്കാരെ, എൻ്റെ അച്ഛൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വാഗ്ദാനങ്ങളായിരുന്നു സെക്കാണ്. ഇത് ഞാൻ പറഞ്ഞത് 2026 എല്ലാം സെറ്റാവും. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല, വിറ്റോക്സിൽ പറയുന്നതാണ്. 2026 അത് ഇവനറിയത്തില്ല. പിന്നെ നമ്മൾ സെറ്റാവെന്ന് പറഞ്ഞത് ഇവന്റെ വിചാരം സെറ്റാന്ന് എന്താവുന്ന. നമ്മള് പണ്ടോട്ട് ഓവർ തിങ്കിങ് ചെയ്യുമ്പം നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാധനം നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലോ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യും. മിസ്റ്റേക്കാണ് നമ്മുടെ ബോധത്തിൽ ഇവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇത് പ്രശ്നമാകുന്ന കേസാണ് നമ്മുടെ ബോധത്തിലുണ്ടാവും. നമ്മൾ അതിനെപ്പറ്റി വിഷമിച്ച് ടെൻഷൻ അടിച്ച് തല പുകഞ്ഞ് നമ്മൾ പല വശങ്ങൾ ചിന്തിച്ച് ഭ്രാന്തെടുത്ത് ഇതിന്റെ റിസൾട്ട് വരുന്ന സമയമാകുമ്പോൾ ഒന്നും ഹാപ്പൻ ചെയ്യില്ല. അതായത് നമ്മൾ ആ ചെയ്ത പ്രശ്നം ബ്രഹ്മാണ്ഡ പ്രശ്നം ഒന്നുമല്ലാതെ പ്ലെയിനായിട്ട് നമ്മൾ മുന്നിൽ കിടക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇതിനായിരുന്നു ഞാൻ. ശരിക്കും അത് ലേണിംഗ് ആണ്. നമ്മൾ ഇങ്ങനെയുള്ള ലേണിങ്സിലൂടെയാണ് ഒരു മനുഷ്യൻ വളർന്ന് വരുമ്പോൾ എത്തുന്നത്. ശരിക്കും നമ്മുടെ ഓവർ തിങ്കിങ് വേണ്ട. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്യുക. നമുക്ക് റാൻഡംലി അപ്പം നമ്മുടെ ബുദ്ധിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മനുഷ്യനെ തെറ്റ് ചെയ്തതും ശരി ചെയ്തും ഒക്കെ തന്നെയാണ് വളർന്നു വരുന്നത് എന്നുള്ള പഠനമാണ് അവിടെ നടക്കുന്നത്. അത് നടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ലെവലിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ ചെയ്യുന്നത് എന്ത് തന്നാലും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ വന്നാൽ കൂടി ഇപ്പോൾ എന്ത് ചെയ്യും തൂക്കിക്കൊല്ലുമായിരിക്കും. നമുക്ക് കാണാം, ബാക്കി കിടക്കല്ലേ. അതായത് ഇപ്പോൾ പറയും പിള്ളേരെ എന്തേലും പോയി വള്ളിയൊക്കെ കാണിക്കുന്നത് തൂക്കിക്കൊല്ലും വിചാരിക്കുന്നവർക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം വരും. ചിലർ ഇടയ്ക്കൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരു ഡ്രഗ് ബസ്സിനകത്ത് പോലീസുകാർ ചെന്നപ്പോ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ, ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ നെഗറ്റീവ് വശം എന്റെ കയ്യിൽ 5 ഗ്രാം ഒന്നും ഇല്ല, ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതല്ല മറ്റേ ഓവർ തിങ്കിനെ പറ്റി പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ദിവസം തീരെ തിങ്ക് ചെയ്യാത്തതിന്റെ കാര്യം നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. കഴിഞ്ഞ ദിവസം ഒരുത്തിന് അരൂര് 2 പേരും കൂടെ സിക്കത് അറിഞ്ഞായിരുന്നു. 2 പേര് വണ്ടിയിൽ 2 കിലോ കഞ്ചാവും കൊണ്ട് പോവായിരുന്നു. അപ്പൊ ബാക്കി ഇരിക്കുന്നുണ്ട് പൊതി താഴെ വീണു. വലിയ കെട്ട് 2 കിലോയുടെ ബൾക്ക് ഒരു വലിയ പൊതി. അപ്പൊ പുറകെ വണ്ടി ആവുന്നിടത്തിന് ഇവനിത് ഡീൽ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഇവന് മനസ്സിലായി, ഇവന് ഈ ബോക്സ് വഴി കിടക്കണ്ടപ്പോ ഇവന് മനസ്സിലായി സാധനം കഞ്ചാവാന്നുള്ളത്.
അപ്പൊ ഇവൻ ഇതെടുത്ത് വണ്ടിയെ വെച്ചു. അപ്പൊ മറ്റവന്മാർ ഇത് പോയതറിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവനോട് ചോദിച്ചിട്ട് ഇവൻ തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ കൊണ്ടുപോയി, കാരണം കഞ്ചാവല്ലേ. അപ്പൊ ഇവനിത് മേടിച്ചു വെച്ചു. അപ്പൊ സംഭവം ഇവൻ വന്ന് വണ്ടി നിർത്തിയതും സാധനം എടുത്ത് കൈ വെക്കണതും എല്ലാം CCTV. മറ്റവന്മാരാരാന്നൊരു പിടിയില്ല. ഇവന്റെ പേര് കേസ് എടുത്ത് ഇങ്ങനെ ഗതികെട്ടരുത് അല്ലേ? അത് ഒട്ടും ചിന്തിക്കാനിട്ടാണ്. അല്ല, അവനവിടെ ചിന്തിച്ച് കാണും, പക്ഷെ അവൻ ഈ ക്യാമറ ഇരിക്കുന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതാണ് പ്രശ്നം അല്ലേ? അങ്ങനെ കുറച്ചുകൂടെ അവന് ചിന്തിക്കായിരുന്നു. അവന് ഓവർ തിങ്കിങ് ആവാം, പക്ഷെ ബാക്കിയുള്ളവർ ചെയ്യരുത്. ഇത് ശരിക്കും നല്ലൊരു പോയിന്റാണ് തിങ്കിങ് എന്ന് പറയുന്നത്. അത് ഓവർ ആവുന്ന പോയിന്റ് എവിടെയാണെന്നുള്ളടത്തേ പ്രശ്നം കിടപ്പുള്ളൂ. ഈ അതായത് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനുഷ്യൻ എപ്പോഴും ചിന്തിച്ചോണ്ട് എനിക്ക് തോന്നുന്നു മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ് മനുഷ്യരാശി മുന്നോട്ട് പോകുന്നത്. അല്ല, മനുഷ്യന്മാരെല്ലാരും എപ്പോഴും ചിന്തിക്കും. മഹേഷേട്ടൻ ഇപ്പൊ ഇത് എപ്പോ തീരുന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയല്ലേ. അതുപോലെ പലരും പറഞ്ഞ നമ്മുടെ തല കൂടെ പ്രാചീന കാലം ഇപ്പൊ നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് അല്ലേ, ആൾക്കാർ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ചിന്തിച്ചാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ചിന്തിക്കണം, ചിന്തകളാണ് മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ നമ്മൾ ഒരിക്കലും ഒരു ആവശ്യം സുംബേസിക്ക പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് പേടിക്കണ കാര്യം കൂളായിട്ട് നടന്നു പോകും, ഒരു പ്രശ്നമില്ല. അതുപോലെയാണ് നമ്മൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യണ പല കാര്യങ്ങളും. ഇത് നമ്മളെ ജീവിതത്തിൽ അത് സംഭവിക്കാനേ പോകണില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ ഒരിക്കലും നടക്കാൻ കാര്യമില്ലാത്തൊരു സിനാരിയോ ചിന്തിച്ച് വെറുതെ മടുപ്പടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബാക്കി ചിന്തിക്കണം. ബാക്കി കാര്യങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മളെനിക്ക് തോന്നുന്നൊരു എന്താ പറയണ്ട ഒരു 50%-60% ചിന്തിച്ചാലായിരിക്കും അതിൻ്റെ ഒരു 10%-20% എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം ശരിക്കും ചിന്തകളാണ്. പക്ഷേ 120 ആവരുത്. അത്രയും ചിന്തിച്ചത് ആവശ്യത്തിന് ചിന്തിച്ചിട്ട് അത് വിടുക, നല്ലത് ചിന്തിക്കുക, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുക. ഈ ഒരു ആപ്തവാക്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്താലോ? സോ ഐ തിങ്ക് വിറ്റോക്സ് ഈസ് ഗോയിങ് ഇൻ എ സ്റ്റഡി റേറ്റ് ഓഫ് പ്രോഗ്രഷൻ. നിങ്ങളപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു, കമൻറ്റ് ചെയ്തു, ഷെയർ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ പറയുന്നുണ്ടാവും, പ്രോപ്പറായി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ എന്തെങ്കിലും പുതിയൊരു സാധനം കൂടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കിപ്പോൾ ഒരാഴ്ച 2 എപ്പിസോഡ് നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ആൾക്കാരെ എത്തിക്കാനൊരു പാട്, നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങൾ ഒന്നിച്ചെത്തിക്കാനുള്ള പാട്, പിന്നെ പ്രൊഡക്ഷൻ ടീമിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഒന്നിച്ചിരിക്കാനുള്ള പാട്. സോ വീക്ക്ലി 2 എന്നുള്ള സാധനം മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഒരു ലെവലിന് മുകളിലേക്കുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് നമുക്ക് അത് എഡിറ്റിങ്ങിന് നമുക്ക് കുറേ പരിമിതികളുണ്ട്. ആ പരിമിതികൾ ചെയ്യുന്നുണ്ട്. സോ കീപ് സപ്പോർട്ടിങ്, സബ്സ്ക്രൈബ് ചെയ്യുക. മെയ് 3 ബാംഗ്ലൂരില് കോമഡി തിയേറ്റർ ഇന്ദിരാനഗറിൽ വെച്ചിട്ട് ജോൺ ജോയുടെ പുതിയ മലയാളം സ്റ്റാൻഡപ്പ് സ്പെഷ്യൽ സ്നേക്ക് ആൻഡ് ലാഡർ. അപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് കണ്ടവർക്ക് അറിയാൻ വേണ്ടി നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്നവരാണ്. ഞങ്ങളും ചിലപ്പോൾ അത് ഇടയ്ക്ക് മറന്നുപോയി കാണും. സോ ഞങ്ങൾ വീട് സ്റ്റാൻഡപ്പ് ഷോസ് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം ജോൺ ജോയുടെ സ്റ്റാൻഡപ്പ് സ്പെഷ്യൽ സ്നേക്ക് ആൻഡ് ലാഡർ മെയ് 3 മെയ് 1 ശനിയാഴ്ച ബാംഗ്ലൂർ ഇന്ദിരാനഗർ കോമഡി തിയേറ്റർ ഇന്ദിരാനഗർ. അപ്പോൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക. ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ഉണ്ട്, എവിടുന്നാണെങ്കിലും വരിക, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്. അങ്ങനല്ലേ അവിടെ ഉണ്ടെങ്കിൽ വരിക. ഇനി സപ്പോർട്ട് കാണിക്കുന്നുണ്ട്, ചുമ്മാ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ അല്ലേ? ജോൺ ജോയ്ക്ക് അത് വിഷമാവും. ജോൺ ജോയ്ക്ക് പൈസ അല്ല പ്രശ്നം. ജോൺ ജോയ്ക്ക് കാശാണെങ്കിൽ ഡോക്ടർ ഭാര്യ പിന്നെ ജോൺ ജോ തമാശക്ക് ചിരിക്കാനാണെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കാനും ജോൺ ജോ തയ്യാറാ. ജോൺ പൈസ അല്ല പ്രശ്നം, ആള് വരണം എന്നുള്ളത്. സോ നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവിടെ വരിക. അതെ, കുഴപ്പമില്ല, എന്ത് ആരെങ്കിലും വരട്ടെ. ശരി, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര അല്ലേ? ബൈ. അടുത്ത എപ്പിസോഡിൽ ജോൺ ഓവർതിങ്ക് ചെയ്യാതെ കിടന്നു.